പെരുന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെടുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഹാജിമാരെ ഹജ്ജന്മാർ, ആരൊക്കെ ചെറിയ എന്തൊക്കെയോ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തീർക്കാണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ സംസാരിക്കുക, നിങ്ങളും കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമാവുന്നുള്ളതുകൊണ്ട് നമുക്ക് ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാം, ആരോഗ്യത്തിലാക്കാം. അതൊന്ന് നോക്കിക്കൽക്കട്ടെ. കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹജ്ജുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുജീബ് മാസ്റ്റർ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് കുറഞ്ഞ സമയമുള്ളൂ, ചെറിയ സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്, എന്നാലും കുറേയേറെ സമയമൊക്കെ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് നമുക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ആമുഖമായിട്ട് പറയാണ്, ആർക്കെങ്കിലും മൂത്രമൊഴിക്കാൻ പോകാനോ അതല്ല മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ എന്തെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോകാം, എന്നൊന്നും യാതൊരു പ്രയാസമില്ല. ഇരിക്കുമ്പോൾ നമ്മൾ നല്ല നിയത്തോടുകൂടി അള്ളാഹുവിനൊക്കെ തവക്കലാക്കി സന്തോഷത്തോടുകൂടി ഇരിക്കണം എന്ന് സ്നേഹപൂർവ്വം നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താണ്. കുറേ കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയേണ്ടതില്ല, കുറഞ്ഞ കാര്യങ്ങൾ പറയാനേ ഉള്ളൂ. ആ കാര്യങ്ങൾ കേൾക്കുകയും സന്തോഷത്തോടു കൂടി നമുക്ക് തിരിഞ്ഞു പോവുകയും വേണം. അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങളാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. ആ 3 കാര്യങ്ങളിലെ ആദ്യത്തെ കാര്യം പറഞ്ഞോട്ടെ. അതിൽ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ വർഷത്തെ ഹജ്ജിന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് സർവശക്തനായ അല്ലാഹുവോട് നാവുകൊണ്ടല്ല ഖൽബിന്റെ ഉള്ളിൽ നിന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയണം. അതെല്ലാവരും പറയുകയും ഒന്ന് ഹൃദയത്തിൽ കൈവച്ചിട്ട് അള്ളാഹുവിനോട് പ്രത്യേകമായ ഒരു ബന്ധം നിലനിർത്തിയിട്ട് പറയാൻ കൂടി നമുക്ക് കഴിയുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു, തുക അടച്ചു, ഒരുക്കങ്ങൾ നടത്തി, ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര പോയി തിരിച്ചു വരുന്നതിനിടയിൽ ഒട്ടേറെ ഘട്ടങ്ങളിൽ സർവശക്തനായ അല്ലാഹുവിനോട് സ്തുതി പറയുവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് പറയുന്നു. 3 കാര്യങ്ങളാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഹജ്ജിന് ലഭിച്ചത് മുതൽ ഹജ്ജിന് പുറപ്പെട്ട് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരുന്നത് വരെയുള്ള ഘട്ടത്തിൽ നമ്മളെ സൃഷ്ടിക്കുകയും നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്ത സർവശക്തനായ അല്ലാഹുവിന് വേണ്ടി അവനെ സ്തുതി അർപ്പിക്കുക എന്നുള്ളതാണ് 3 കാര്യങ്ങളിലെ ആദ്യത്തെ കാര്യം. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഒരു കാര്യവും വളരെ പ്രധാനമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചതിനു ശേഷം ഹജ്ജിന് പുറപ്പെടണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നോളുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കണം. അത് ഹജ്ജിന്റെ കാര്യത്തിൽ തൽബിയത്ത് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് എന്നാണ് നമുക്ക് സംസം വെള്ളം കിട്ടിയത് എന്ന ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലാക്കേണ്ട. ജീവിതത്തിൽ ഏതോ ഒരു സമയത്ത് വളരെ ചെറുതായിരിക്കുമ്പോഴോ വലുതായപ്പോഴോ എപ്പോഴോ ഒരു കുപ്പിന്റെ മൂടിയിൽ അല്പം സംസം വെള്ളം കിട്ടിയിട്ട് അതിലൂടെ കുടിച്ച സമയത്ത് നമ്മളൊക്കെ ദ്വാ ചെയ്ത ഒരു ദ്വായാണ്, പഠിച്ചവനെ എന്നെ ഈ സംസം വെള്ളത്തിന്റെ ഉറവിടത്തിലേക്ക് എത്തിക്കണേ എന്നുള്ളത്. അങ്ങനെ ദ്വാ ചെയ്തിട്ടില്ലേ? അപ്പൊ ആ സംസം വെള്ളമൊക്കെ കുടിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അന്ന് നമ്മൾ നിയ്യത്ത് ചെയ്തതാണ്, അന്ന് നമ്മൾ മനസ്സിൽ കരുതിയതാണ്, മക്കൾക്ക് പോകണം, മദീനയിൽ പോകണം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകണം എന്നൊക്കെ നമ്മൾ അന്ന് നിശ്ചയിച്ചതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉംറക്ക് പോകാനും മറ്റൊക്കെ പോകാനൊക്കെ ഉള്ള അവസരം നമുക്ക് ലഭിച്ചു. ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇതിന് മുൻപ് ഹജ്ജിന് പോയാൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവും? ഒന്ന് എനിക്ക് പെണ്ണുങ്ങളുണ്ട് ഹജ്ജിന് പോയാല്? പ്രൈവറ്റ് പോയതാ? സർക്കാർ പോയാൽ ആരെങ്കിലും ഉണ്ടാവും? ആയിക്കോട്ടെ. ആദ്യമായിട്ട് മക്കൾക്ക് പോണവര് ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പോണവർക്കൊന്നും എണീറ്റിക്കാൻ അവസരം. മാഷാ അല്ലാഹ്. കുറെ പേരെ
ഉംറക്ക് പോയ ആൾക്കാർ ധാരാളമില്ലേ? കുറെ ആൾക്കാരങ്ങനെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോ ഒരു കാര്യം ഞാൻ പറഞ്ഞു, വളരെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുക എന്നത് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഹാജിമാരോടും ഹജ്ജമ്മമാരോടും കഴിയുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്നാണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കണമെങ്കിൽ വിരോധമില്ല. ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേൽക്കണ്ടേ? ഇനി എന്റെ ചെറിയ അഭ്യർത്ഥന വെച്ചാൽ അവരുടെ കയ്യിലുള്ള ബാഗ്, ഫയല്, മൊബൈൽ ഫോണ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഒന്ന് സീറ്റിൽ വെച്ചിട്ട് ഫ്രീ ആവണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാം. ഫുൾ ഫ്രീ ആവുക, മൈൻഡ് ഫ്രീ ആവുക, ശരീരം ഫ്രീ ആവുക വളരെ പ്രധാനം. ഞാൻ ഒരു തടസ്സമില്ലാതെ ഇവിടെ നിൽക്കണം എന്ന പോലെ തന്നെ നിങ്ങൾ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇൻഷാ അല്ലാഹ് തൽബിയത്ത് പഠിക്കുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയോ ദിക്റോ എന്താണ് നമുക്ക് പറയാനെങ്കിൽ അതാണ് തൽബിയത്ത്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. റെഡിയല്ലേ? മനസ്സൊക്കെ ഫ്രീ അല്ലേ? മനസ്സ് ഫ്രീ അല്ലേ ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇൻഷാ അല്ലാഹ് തൽബിയത്ത് ചൊല്ലിയിട്ട് നമ്മൾ തുടങ്ങാം. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ചൊല്ലാന്നില്ല, നമ്മൾ ഒന്നിച്ച് ചൊല്ലാമല്ലോ. ഇൻഷാ അല്ലാഹ് തുടങ്ങില്ല. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആക്കിയൊക്കെ വെച്ചാൽ നല്ലതാണ്. കാരണം കുറഞ്ഞ സമയത്തിന്റെ ഇടയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മുടെ ചിന്തയും മനസ്സൊക്കെ മാറുന്ന രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കും പ്രയാസമാണ്, ശബ്ദം ഉണ്ടായാൽ മറ്റുള്ളവർക്കും പ്രയാസമാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല ഈ ഫാനിന്റെ ശബ്ദം മാത്രമേ ഹോളിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരാൾ മൊബൈൽ ഫോൺ ശ്രദ്ധിച്ചാൽ എല്ലാവരും അങ്ങോട്ട് ചെവി കൊടുക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒന്ന് സൈലത്തിലേക്ക് വെക്കുക ചെയ്തത് നല്ലതാണ്. സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞതും സൂചിപ്പിച്ചതും അല്ലാഹു കബൂലാക്കട്ടെ. KL18 K4031 എന്ന വാഹനം KL18 K4031 ഒന്ന് മാറ്റി കൊടുത്താൽ നന്നായിരുന്നു എന്നതറിയും. വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അൽ ഹജ്ജു അശ്ഹുറുൻ മഅലൂമാത്തുൻ ഫമൻ ഫറദ ഫീഹിൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫഅലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വാ വതഖൂനി യാ ഉലിൽ അൽബാബ്. ഒരു പ്രത്യേകമായ മാസങ്ങളിലാണ് ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത്, ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത്, അത് നടക്കുന്നത്. ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മോശം പ്രവർത്തികളോ തെറ്റായ പ്രവർത്തികളോ ഒന്നും ചെയ്യാൻ പാടില്ല. വല ജിദാല വല ഫുസൂഖ ഫിൽ ഹജ്ജ് എന്നതിന്റെ വളരെ പ്രധാന ലാ ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ് എന്നതിന്റെ താല്പര്യം ഹജ്ജിന്റെ കാര്യത്തിൽ തർക്കമില്ല എന്നാണ്. പക്ഷേ അല്ലാതെ തൗഫീഖോട് കൂടി നമ്മൾ കാണാൻ പോണത് പൂരം മുൻകൂട്ടി അറിയിക്കേണ്ടെന്ന് പറഞ്ഞതുപോലെ ധാരാളം തർക്കങ്ങൾ ഒരു പക്ഷേ നമുക്ക് അവിടെ വെച്ച് കാണാൻ അവസരം ഉണ്ടായേക്കാം. നമ്മൾ അപ്പോഴൊക്കെ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഈ തർക്കത്തിലൊന്നും ഞാൻ ഭാഗവാക്കാവുന്നില്ല, ഞാൻ തൽക്കാലത്തിന്റെ വഴിക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് മാറി നടക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്ത് നന്മ ചെയ്താൽ അല്ലാഹു അറിയും. നിങ്ങൾ ഒരുക്കങ്ങൾ നടത്തുക, ഭക്ഷണം ശേഖരിക്കുക, പാതയൊരുക്കുക എന്നൊക്കെ അതിന്റെ അർത്ഥം. നമ്മൾ എത്ര ബാഗ് എന്ത് സാധനങ്ങൾ ഉണ്ടായാലും എന്ത് ഭക്ഷണം ഉണ്ടായാലും എന്തൊക്കെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം എന്ന് പറയുന്നത് തഖ്വ, അല്ലാഹുവിലുള്ള ഭയഭക്തിയാണ്. എന്നെ സൂക്ഷിച്ചോളൂ എന്നാണ് ഖുർആൻ
ഖുർആനിലെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഞാൻ ഇത് വിശദമായിട്ട് പറയുന്നതിന് വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തില്ല. അത് ഇൻഷാ അല്ലാഹ് ധാരാളം ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കും. ആ ക്ലാസ്സുകളിലൊക്കെ തന്നെയും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഹജ്ജിനെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നമ്മുടെ മുന്നിൽ വരാനിരിക്കുകയാണ്. അതിലൊക്കെ പങ്കെടുക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അതേസമയം തന്നെ എത്ര കൂടുതൽ പഠിച്ചാലും തീരാത്ത ഒരു വിവാദത്താണ് ഹജ്ജിനെ സംബന്ധിച്ചുള്ളത്. എങ്ങനെ അതിന് സംശയം ഉണ്ടാവും? ഒന്നാമത്തെ തവാഫാണോ, രണ്ടാമത്തെ തവാഫാണോ, പിന്നെ ഒന്ന് മുറിഞ്ഞോ, ഇനി എന്താ ചെയ്യുക, എങ്ങനെ പോണ്ടി, അങ്ങനെ പല സംശയങ്ങളും നമുക്ക് ഉണ്ടാവും. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽ ഹജ്ജുൽ മബ്റൂർ, പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്ന നന്മയുള്ള ഒരു ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് പറയപ്പെട്ടിരിക്കുകയാണ്. ആ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്, അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ജീവിച്ചു പോകേണ്ടവരാണ്. എല്ലാവർക്കും അറിയാം, വന്നവർക്കൊക്കെ തിരിച്ചു പോകണം, ജനിച്ചവർക്കൊക്കെ മരിക്കണമെന്ന്. അത് എപ്പോഴാണ് വിളിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. അതിന്റെ ഇടയിലുള്ള കുറഞ്ഞ സമയം മാത്രമാണ് ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ അറിയാം. സമൂഹത്തിലെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം മുതിർന്നവരും കുറച്ച് പ്രായമുള്ളവരും അത്യാവശ്യം നില ബാധിച്ചവരും ഒക്കെയാണ്. അതേസമയം നമ്മുടെ ഇനി നമ്മുടെ ഇങ്ങനെ വരാനുള്ള ഒരു തലമുറയെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച് ആലോചിക്കുക. നമുക്ക് എത്രയും സ്വാതന്ത്ര്യം കുറവുള്ള ആളുകളാണ്. പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ അത് പാടില്ല, ഇത് പാടില്ല, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചിന്തിക്കരുത്, മറ്റൊരു ചീത്ത പറയരുത്, മോഷണം നടത്തരുത്, കളവ് പറയരുത്, ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളിലാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അതേസമയം നമ്മൾ ജീവിക്കുന്ന ഇതേ നാട്ടിൽ ജീവിക്കുന്ന ഒട്ടേറെ ആളുകൾക്ക് ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങോട്ട് പോകാം, അങ്ങോട്ട് പോകാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറെ അരുതായ്മകളാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അങ്ങനെയൊക്കെ നിങ്ങൾ നിർവഹിച്ച് പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ വെച്ച് ഇത്തരം സംഗതികളൊക്കെ ചെയ്താൽ നാളെ നിങ്ങൾക്ക് സ്വർഗം തരാമെന്നാണ് അല്ലാഹുവിന്റെ വാഗ്ദാനം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന നിലയിൽ ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത്. ഹജ്ജിന് വേണ്ടി വിളിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും സെലക്ഷൻ ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാകും. ഇപ്പൊ നിങ്ങൾ ഈ കവറിലുള്ള ആളുകളെ പലപ്പോഴും ട്രെയിനർമാരൊക്കെ വിളിച്ച സമയത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാന്നറിയാം? ഹാജിയെ വിളിച്ചിട്ടുണ്ടാവും, ഹജ്ജുമാന്ന് വിളിച്ചിട്ടുണ്ടാവും, ഇല്ലേ? എന്നോട് കുറച്ച് ആൾക്കാര് കഴിഞ്ഞ വർഷം പറഞ്ഞ് നിങ്ങൾ എന്താ അച്ഛൻ ബോഡിയിലും പിന്നെ ആജിന്നോ അച്ഛമ്മന്നൊക്കെ വിളിക്കുന്നത്. നമ്മൾ നിങ്ങളെ സെലക്ട് ചെയ്യപ്പെട്ടാൽ തന്നെ നിങ്ങൾ ആ ഒരു പരിധിയിലാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെ വേണം, പ്രവർത്തികൾ അങ്ങനെ വേണം. നാട്ടിൽ സാധാരണ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തോ ഒരു മാറ്റം വരുമ്പോൾ ആളുകൾ ഇങ്ങനെ വിചാരിക്കും, എന്തോ ഒരു സംഗതി, പുതിയ ഒരു തൊപ്പി എന്തോ കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ചില സാധാരണ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അപ്പൊ എന്തോ ഒരു മാറ്റം മൂപ്പർക്ക് വന്നിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ ആ ഹജ്ജുമാർക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്, സാധാരണ പോലെ എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളെ കുറിച്ച് പറയപ്പെടുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിനടുത്ത് സ്വീകരിക്കപ്പെടുന്ന ആളുകളായി മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ നമുക്ക് നല്ലപോലെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് ചിത്രങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിലൊന്ന് തവാഫിന്റെ ഒരു ചിത്രമാണ്. തവാഫിന്റെ ചിത്രം അതൊരു വീഡിയോ ആണ്, കണ്ടോളുന്നില്ല. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറമിന്റെ ഒരു ചിത്രം. മസ്ജിദുൽ ഹറമിന്റെ വളരെ മേലെ നിന്നുള്ള ഒരു ചിത്രമാണ്. മസ്ജിദുൽ ഹറമിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു ചിത്രമാണ്. ഒന്നുകൂടെ ആ ചിത്രം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. സത്യത്തിൽ മസ്ജിദുൽ ഹറമിന്റെ മുകളിലെ ഭാഗത്തും മതാഫിലും രണ്ട് നിലകളിലും ഒക്കെ ആയിട്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ലോകത്തെ അതിമനോഹരമായ ഒരു കാഴ്ച സത്യത്തിൽ എവിടെ മാത്രമേ ഉള്ളൂ? ഈ ഭൂമി ലോകത്തിന്റെ മുഴുവൻ കേന്ദ്രസ്ഥാനമായി അറിയപ്പെടുന്ന മക്കയിലേ ഉള്ളൂ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി അല്ലദീ ബിബക്കത മുബാറക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ മക്കക്ക് ഉമ്മുൽ ഖുർആൻ പേരുണ്ട്, ബക്ക എന്ന പേരുണ്ട്, മക്ക എന്ന മുക്കറമ എന്ന പേരുണ്ട്. ആ മസ്ജിദുൽ ഹറമിൽ നമ്മൾ ചെല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് വളരെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ച അതൊക്കെ കാണാൻ നോക്കി.
സഅയിന്റെ ഒരു ചിത്രം കാണാൻ പറ്റും. സഫായിൽ നിന്ന് മർവയിലേക്ക് ഉള്ള യാത്രയാണ്. അത് ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായിട്ടുള്ള ആ ഭാഗം കാണാം, മർവയുടെ ഭാഗം കാണാം. അതുപോലെ തന്നെ മിനായിലെ സഫയുടെ ഭാഗമാണ്. മിനായിലെ ടെന്റുകൾ നമുക്കിപ്പോൾ അത്യാവശ്യം AC ഉണ്ട്, ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഹോളിലാണ്. എന്നാലും നമ്മളിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ടുള്ള ചെറിയ പ്രയാസങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടായിരുന്നു. കുറെ സമയം ഒന്നിച്ച് ഇരുന്നാലും പ്രയാസമുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു 4 ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ താമസിക്കേണ്ട മിനായിലെ ടെന്റാണ്. ആ ടെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ ചെറിയൊരു മിനാരം പോലെ ഇങ്ങനെ ചെറുതായിട്ട് നിന്നു. ഒരു 80-90 ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലം അതിന്റെ അടിയിൽ ഉണ്ടാവും. അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും അസൗകര്യങ്ങൾ അവിടെയും ഉണ്ടാകും. മിനയെ ഇഷ്ടപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജബലുർ റഹ്മ അറഫയിലെ പ്രധാനപ്പെട്ട ഒരു മലയാണ്. ആളുകൾ അതിലിങ്ങനെ കയറി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടാൽ വിചാരിച്ചു വെളുത്തൊരു മലയാണെന്ന്. സത്യത്തിൽ അതൊരു പാറക്കല്ലൊക്കെയുള്ള കറുത്ത മല തന്നെയാണ്. പക്ഷെ ഹജ്ജിന്റെ ദിവസം അറഫയുടെ അന്ന് ദുൽഹജ്ജ് 9-ന് ലക്ഷക്കണക്കിന് ആളുകൾ ആ മലയുടെ മുകളിൽ കയറി നിൽക്കുകയും പ്രാർത്ഥന നിർഭരാവുകയും അവരിൽ അനേകം പേർ വെള്ള വസ്ത്രം, ഒരു മുണ്ട്, ഒരു നെൽമുണ്ട്, സിമ്പിളായിട്ടുള്ള സാധനം ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു വെള്ള മലയെ പോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് തോന്നും. അതുപോലെ തന്നെ മുസ്ദലിഫയുടെ ചിത്രം കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു രാത്രി കഴിഞ്ഞു കൂടേണ്ട സ്ഥലമാണ്. ഒരു സൗകര്യമില്ല, നല്ല മണ്ണ്, ഷാറായിട്ട് അവിടെ കിടക്കാം. ചിലപ്പോ അവിടെ കാർപ്പറ്റ് ഒക്കെ കണ്ടുവന്ന് വന്നേക്കാം. കാർപ്പറ്റ് കിട്ടിയാലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഹജ്ജ് കമ്മിറ്റി മെമ്പർ ബഹുമാന്യനായ PT അക്ബർ സാഹിബ് എത്തിച്ചിട്ടുണ്ട്. കിട്ടിയാലും സന്തോഷം, കിട്ടിയിട്ടില്ലെങ്കിലും സന്തോഷം എന്ന് നമ്മൾ കരുതാം. അതുപോലെ തന്നെ ജംറകൾ, 4 ജംറകളുടെ ചിത്രം കാണാൻ പറ്റും. അതിന് മുകളിൽ നിന്നുള്ള ചിത്രം അത് കാണുന്നത് ഏറ്റവും മുകളിൽ നിന്നുള്ള മുകളിൽ നിന്നുള്ള ചിത്രമാണ്. ഇങ്ങനത്തെ ചിത്രമൊക്കെ കൂടി അന്ന് 5 ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴൊന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. അത് ആകാശത്തുള്ള ചിത്രം ആയതുകൊണ്ടാണ് അങ്ങനെ. ജംറകൾ 3 എണ്ണമാണ്. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ. അതിൽ 4 എണ്ണം കാണുന്നുണ്ട്. ഇങ്ങോട്ടല്ല 4 എണ്ണം കാണുന്നുണ്ട്. 3 ജംറകളുണ്ട്. പിന്നെ എന്താ 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ മിനയിലെ ടെന്റുകൾ ഏറ്റവും മുകളിലെ ഭാഗത്ത് കാണും. അവിടെ നിന്ന് വന്നപ്പോൾ ആദ്യം ജംറത്തുൽ ഊല, ഇപ്പുറത്ത് വന്ന് ജംറത്തുൽ ഉസ്ത. അതിന്റെ ഇടയിൽ ചെറിയൊരു സാധനം ഉണ്ട്, അവിടെ ജംറ ഇല്ല. അപ്പുറത്തുള്ള 4ാമത്തതാണ് യഥാർത്ഥത്തിൽ 3ാമത്തെ ജംറയായിട്ടുള്ള ജംറത്തുൽ അഖബ. ഇൻഷാ അല്ലാഹ് ഉള്ളിൽ ചേരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ഇങ്ങനെ 4 കാല് പോലെ കാണുന്നുണ്ട്. 4ഉം യഥാർത്ഥത്തിൽ ടവറുകളാണ്, കോണികളാണ്. മേലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും. അപ്പുറത്ത് കയറി വരുന്ന സ്ഥലത്ത് ആദ്യത്തെ ജംറയുടെ അടുത്തുണ്ട് റൗണ്ടിൽ ഇങ്ങനെ ചെറിയൊരു സാധനം, ഒരു തൂട് പോലെ സിമ്പിൾ ആയിട്ടുള്ള സാധനം കാണുന്നുണ്ട്. അത് കാണുന്നുണ്ടോ? എന്താണത്? ഹെലിപ്പാഡാണ്. എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ഒന്ന് ഇറങ്ങാനുള്ള സ്ഥലമാണ്. കാഷ്വാലിറ്റി ഒക്കെ ഉണ്ട് എങ്കിൽ പെട്ടെന്ന് ആളുകളെ കൊണ്ടുപോകാൻ. അത്ര കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം. മസ്ജിദ് നബവിയുടെ ഒരു ചിത്രം അടുത്ത സ്ലൈഡിൽ കാണാം. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന മണ്ണാണ്. അല്ലാഹു നമ്മളോട് എത്താനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് സന്ദർഭികമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, അതിന് കീഴിൽ നമ്മുടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി, അതിന് ഒരു കൃത്യമായ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. സർക്കാർ വഴി ഹജ്ജിന് പോകണമെങ്കിൽ ആ സൗകര്യം ഉണ്ടോ, ഈ സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. ഹജ്ജ് ഹൗസ് കരിപ്പൂരിലുണ്ട്. അതിന്റെ ഗേറ്റും ചിത്രമൊക്കെ അവിടെ കാണാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഈ കഴിഞ്ഞ വർഷം തുറന്നിട്ടുള്ള വനിതകൾക്ക് മാത്രമുള്ള പ്രത്യേക ഡോർമെറ്ററിയും സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന്റെ ഒരു ഓഫീസ്, ആ ഓഫീസിൽ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ഒരാളുണ്ട്. ഇവിടെ മലപ്പുറം ജില്ലാ കലക്ടറാണ് അതിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നത്. കലക്ടർ ആരും മാറിയിട്ടില്ല. ഇപ്പോൾ VR വിനോദ് IAS ആണ്. ആര് വന്നാലും അദ്ദേഹമാണ് ആ തസ്തികയിലുള്ളത്.
അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഹജ്ജ് ഹൗസിലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴെ കുറച്ച് ഓഫീഷ്യൽസ് ഉണ്ട്. ഇത്രയും ആളുകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു, നമ്മളൊരു അറിവിന് വേണ്ടിയിട്ട് അപേക്ഷയിൽ കൊടുത്തു, ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് തോന്നുന്നവരാണ്. അതല്ലെങ്കിൽ ഒരാൾക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടില്ല, ഇത് കൊടുക്കണം തോന്നുകയാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കരിപ്പൂരിൽ ഹജ്ജ് ഹൗസിൽ ചെല്ലുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഓഫീസർമാരും സംവിധാനമൊക്കെ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് ചുരുക്കം. ഇനി നമ്മൾ ഇവിടെ ഈ ഓഫീസ് പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ് കേന്ദ്രത്തിൽ അഥവാ മുംബൈ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ, ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് വളരെ വിശാലമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ രാജ്യമാരുടെയും സർക്കാർ വഴി ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളെയും കാര്യം നിർത്തുന്ന ഓഫീസ് ഹജ്ജ് കമ്മിറ്റി ഓഫീസ് ഇന്ത്യയുടെ മുംബൈയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞ് മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട്. അത് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന CGI ജദ്ദയിലാണ് ഓഫീസ്. അതുപോലെ തന്നെ അതിന് കീഴിൽ മക്കയിൽ ഒരു ഓഫീസ്, മദീനയിൽ ഒരു ഓഫീസ്, മക്കയിൽ 14 ബ്രാഞ്ച് ഓഫീസുകൾ, മദീനയിൽ 4 ബ്രാഞ്ച് ഓഫീസുകൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയ ആരൊക്കെ ഉണ്ടാവും, ഒരു മലയാളിയുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയലുണ്ട്. അയാൾ എവിടേക്കെങ്കിലും അങ്ങോട്ട് പോയാൽ മതിയാവോ, സഹായം സ്വീകരിക്കാൻ കിട്ടുമോ എന്നുള്ള പല ചിന്തകളും നമുക്കുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതിനൊക്കെ കൃത്യമായ ഒരു സംവിധാനമുണ്ട്, അതനുസരിച്ചാണ് പോവുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സമാധാനമായ മനസ്സിൽ കൂടി കേട്ടിട്ട് ബേജാറായ സമാധാനമായ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇൻഷാല്ലാ. അത് പറയാൻ വേണ്ടിയിട്ടാണ്, വെറുതെ പറയണതല്ല ഇൻഷാല്ലാ. അതുപോലെ തന്നെ നമുക്ക് ഈ വിവരങ്ങൾ നൽകാൻ നമ്മുടെ അപേക്ഷാ സമയം മുതൽ സഹായിക്കാനുള്ള സംവിധാനമാണ് ട്രെയിനർമാർ എന്ന് പറയുന്ന സംവിധാനം. അതിൽ സ്റ്റേറ്റ് ട്രെയിനിങ് ഓർഗനൈസർമാരുണ്ട്, ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർമാരുണ്ട്, അതേപോലെ തന്നെ ഫീൽഡ് ട്രെയിനിങ് ഓർഗനൈസർമാരുണ്ട്, മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസർമാർ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാഷിം മണ്ഡലം ട്രെയിനിങ് ഓർഗനൈസറാണ്, മഞ്ചേരിയിലെ ട്രെയിനിങ് ഓർഗനൈസറാണ്. അതുപോലെ നമ്മുടെ ബഹുമാനായ അബൂബക്കർ സാഹിബ്, ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പർ ബഹുമാനപ്പെട്ട പിന്നെ അക്ബർ സാഹിബ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന സമയം പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഔദ്യോഗികമായിട്ടുള്ള ഈ ട്രെയിനർമാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും 24 അവർ എപ്പോ വിളിച്ചാലും കിട്ടാവുന്ന തരത്തിൽ അവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ആജിമാരോട് അച്ഛന്മാരോട് ആരാണ് നിങ്ങളുടെ ട്രെയിനർ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഒരു ഉത്തരം ഉണ്ടാവും. പ്രത്യേകിച്ച് കവർ ഹെഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. കവർ ഹെഡ്മാർ കുറെ പേരില്ലേ, നിങ്ങളുടെ ട്രെയിനർ ആരാണെന്നുള്ള ഫോൺ നമ്പർ അവർ എഴുതി വെച്ചിട്ടുണ്ടോ, ഫോണിൽ വെച്ചിട്ടുണ്ടാവും, റെഡി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ അവർ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നൽകും. ഇനി അഥവാ വിളിച്ചിട്ട് വിവരം നൽകിയിട്ടില്ലെങ്കിൽ അവർ പറയും ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാറ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആളോട് ചോദിച്ചിട്ട് ഉത്തരം തരണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ തിരിച്ചു വിളിക്കാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെറിയൊരു വസിയത്ത് നിങ്ങളോട് പറയാണ്. ഒന്ന്, ഈ ട്രെയിനറുടെ നമ്പർ ഫോണിൽ എഴുതി വെക്കണം. ഹജ്ജ് ട്രെയിനർ മുഹമ്മദ് അലിന്നോ ഹജ്ജ് ട്രെയിനർ അവറാൻകുട്ടിന്നോ ആരാണെങ്കിൽ ആ പേര് എഴുതി വെക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഈ ട്രെയിനർ എഴുതി വെച്ചിട്ടുണ്ടോ. ഞാനൊരു കോട്ടക്കൽ മണ്ഡലത്തിൽ ട്രെയിനറാണ്. ഇന്ത്യക്കുള്ള എല്ലാ നമ്പറും എനിക്ക് എഴുതിയേക്കാൻ പറ്റും. കാമ്പൂർ ആൾക്കാരുണ്ട്, കഴിഞ്ഞ വർഷം 75 ആൾക്കാരുണ്ട്, ഇപ്രാവശ്യം 500 ആളുകളുണ്ട്. നമ്പർ എഴുതിയേക്കാൻ പറ്റും. എന്നാൽ എല്ലാ കവർ നമ്പർ എഴുതിയേക്കാൻ അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ വിഭജിച്ച് കൊടുക്കും. എന്നാൽ ആ നമ്പറുകൾ നമ്മൾ എഴുതി വെക്കും. ഈ ആൾക്കാരെ നമ്മൾ അങ്ങോട്ട് വിളിക്കും, അവരിങ്ങോട്ട് വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഈ ട്രെയിനർമാരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ പല ജോലിയുള്ളവരാണ്, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടവരാണ്. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു പക്ഷേ അവർ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹജ്ജ് ഹൗസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ ഫോൺ റീചാർജ് എപ്പോഴും ഉണ്ട് എന്ന് ഉറപ്പാക്കും. താൽക്കാലികമായി പ്രവർത്തനം ചെയ്താന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ ആ ഫോണ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കാം. പകരം അത് കുട്ടിൻ്റെ അടുത്ത് കൊടുത്ത്, പേരക്കുട്ടിൻ്റെ അടുത്ത് കൊടുത്ത്, എന്നിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് കുട്ടി ജസ്റ്റ് കട്ട് ചെയ്യും, നമ്മളോട് തടയും. കുട്ടി ഗെയിമിന് തിരക്കിലായിരിക്കും, കുട്ടി ജസ്റ്റ് കട്ട് ചെയ്യും. അല്ലെങ്കിൽ നല്ലൊരു യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുകയായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും. സത്യത്തിൽ ഈ 2-3 കട്ട് ചെയ്യുമ്പോൾ ട്രെയിനർ വിചാരിക്കും പക്ഷേ ആദ്യം ഭയങ്കര തിരക്കിലാണ്, അല്ലെങ്കിൽ അച്ഛന്മാർക്കൊന്നും കിട്ടൂല എന്ന് വിചാരിക്കും. പിന്നെ ചിലപ്പോൾ വിളിക്കാൻ വിട്ടുപോയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിവരങ്ങൾ അറിയാതിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ നമ്പറിന്റെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വാക്സിന് കിട്ടി, പൈസ അടക്കൽ നടക്കുന്നു, ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. ഇനി നമ്മൾ പോയി തിരിച്ചു വരുന്നവരെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ ആ ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ശ്രമിക്കൂല ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് വിവരങ്ങൾ അറിയിക്കുന്നത് ഒന്ന് ഓഫീസിൽ നിന്ന് ചിലപ്പോൾ നേരിട്ട് വിളിച്ചു പറയും, അതല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗിക അറിയിപ്പായിട്ട് കൊടുക്കും.
ട്രെയിനർമാർ വഴി പോകും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും വിവരം പറയുമ്പോഴേക്കും ആകെ ബേജാറായി പേടിച്ച് അങ്ങോട്ടാവോ ഇങ്ങോട്ടാവോ എനിക്ക് പോകാൻ പറ്റൂലേ, അല്ലെ ഇന്നെ കൊണ്ടുപോകില്ലേ, അങ്ങനെ ആവോ ഇങ്ങനെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഏത് സംശയങ്ങൾക്കും ട്രെയിനർമാരെ വിളിക്കാം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം മനസ്സിലാക്കുക. ട്രെയിനർമാർ ഔദ്യോഗികമായിട്ട് എല്ലാവർക്കും കഴുത്തിലൊക്കെ ഒരു വടമൊക്കെ കൊടുത്ത് അവരെ തയ്യാറാക്കിയിട്ടൊക്കെ ഹജ്ജ് കമ്മിറ്റി ട്രെയിനിങ് കൊടുത്ത് റെഡിയാക്കി നിർത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം സഹായം നൽകുമെന്ന് മനസ്സിലാക്കുക. അതുമായി ഹജ്ജുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ അത് നമ്മൾ കൊടുക്കേണ്ടത് ഒന്നുകിൽ ബാങ്കിലാണ് അല്ലെങ്കിൽ ഓൺലൈനാണ്. ഈ ട്രെയിനർമാരായിട്ടുള്ള ആൾക്കാരെല്ലോ സഹായം ചെയ്തു തരും, പൈസ വാങ്ങില്ല. ഹജ്ജ് കമ്മിറ്റിയുടെ ഓഫീസിൽ നേരിട്ട് പൈസ വാങ്ങുമോ? അങ്ങനെ വാങ്ങില്ല. ഹജ്ജ് കമ്മിറ്റി മെമ്പർ പൈസ വാങ്ങുമോ? പൈസ ഒറ്റ പരിപാടികളും എവിടെ ഇറങ്ങേണ്ടത്? നേരിട്ട് ബാങ്കിലടക്കം ഓൺലൈനായിട്ട് ആ സൈനിക. ഇനി നമുക്ക് ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ഒരു 10 രൂപ തിരിച്ചെടുക്കാണ്ടെന്നിരിക്കുക, അതെങ്ങനെ കിട്ടുക? ആരെയും കൊണ്ട് തരുമോ? അക്കൗണ്ടിലേക്ക് കണ്ടുതരാം. അതുകൊണ്ടാണ് ഹജ്ജിന് പോണെങ്കിൽ ഇപ്പൊ അക്കൗണ്ട് വേണം, എന്താ വലിയ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ആശങ്ക നമുക്കുണ്ടായിരുന്നു. ഹജ്ജിന് പോകാൻ എന്തിനാ അക്കൗണ്ട് എടുപ്പിക്കുന്നത്? ഈ ആവശ്യത്തിനാണ് അത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഹജ്ജുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് 1,22,568 ആളുകളാണ് ഈ പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നത് മനസ്സിലാക്കുക. 1,51,981 പേര് അപേക്ഷകരുണ്ടായിരുന്നു. ഒരു 29,000 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് കിട്ടി. കേരളത്തിൽ 20,636 പേരുണ്ടായിരുന്നു. അതിൽ ആദ്യ ഘട്ടത്തിൽ 14,590 പേർക്ക് കിട്ടി. രണ്ടാം ഘട്ടത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് 1,711 പേർക്ക് കിട്ടി. അപ്പോ നേരത്തെ മുജീബ് മാഷി അവിടെ വന്നപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം നമ്മളോടൊക്കെ ഒരു വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയും. ആ വസിയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടിയ ആളുകൾ കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് 1,711 ഉള്ളിൽ കിട്ടിയ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്ന എഴുന്നേറ്റില്ല. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് 1,711 ഉള്ളിൽ കിട്ടിയ ആൾക്കാർക്ക് 1,712 മുതൽ 3,000 ഇടയിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് പെട്ട ആൾക്കാരെന്തെങ്കിലും വന്നിട്ടില്ല. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥന നിർവഹിക്കേണ്ടത്. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എങ്ങനെയാണ്? ഒരാൾ അയാളുടെ സുഹൃത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന്. അപ്പൊ അവർക്ക് വേണ്ടി പഠിച്ചാൽ ആ വ്യക്തിപ്പെട്ട ആൾക്കാരെ കൊണ്ട് കിട്ടണം. ഒരു ഭയങ്കര വിഷമിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന പ്രാർത്ഥന നിർവഹിക്കുവാൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടവരാണ് ആര്? കിട്ടിയിട്ടുള്ളത്. തുടക്കം പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ ഹജ്ജിന് ലഭിച്ചിരിക്കുന്ന ആളുകളൊക്കെ അള്ളാന്റെ അടുത്തുള്ള മുസ്തജാബ് ദുആയാണ്. ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ നിങ്ങൾ ദുആ ചെയ്യില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. ദുആ ചെയ്യാൻ തൗഫീഖാകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ദുആ ചെയ്യാണ്. നമ്മള് കവർ നമ്പറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് പറയാൻ വേണ്ടി പോണത്. അതിൽ ഒന്ന് KLR എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. കവർ നമ്പറിന് മുൻപ് KLR. സത്യത്തിൽ അവനവന്റെ ഫോൺ നമ്പർ ഇപ്പൊ കാണാതെ അറിയോന്ന് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ചിലപ്പോ അത്ര അറിഞ്ഞോളന്നില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ നമ്മളെ പേര് നമ്മൾ മറക്കോ? നമ്മളെ കുട്ടികളുടെ പേര് നമ്മൾ മറക്കോ? ഇല്ലല്ലോ. പിതാവിന്റെയും മാതാവിന്റെയും പേര് മറക്കോ? എന്നാ ഞാൻ നിങ്ങളോട് പറയാണ്, പോയി വരുന്നവരെ നമ്മുടെ കവർ നമ്പർ നമ്മൾ മാറ്റണം. അത് പൂർണ്ണമായിട്ട് പഠിക്കുകയും വേണം. KLF-32-32-2-0. ഈ ഹൈഫൺ ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ KLF ഒരു വര 32-32 ഒരു വര 2 ഒരു വര 0. ഇനി അതല്ലെങ്കിൽ നിർത്തി പറയാം. KLF-32-32-2-0. ആ 0ന്റെ അർത്ഥം ചില കവറിൽ കുട്ടികളില്ലാന്നല്ല. ആ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ 2 ഹാജിമാർ കവറിലുണ്ട്. പിന്നെ KLR ഉണ്ട്, KLF ഉണ്ട്, KLWM ഉണ്ട്. ഇങ്ങനെ 3 വിഭാഗത്തിലായിട്ടാണ് കവറുള്ളത്. അപ്പൊ KLWM എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇത് സ്ത്രീകൾ മാത്രമുള്ള ആളുകളാണ്. അങ്ങനത്തെ കുറെ ഹാജിമാരുടെ ഇല്ലേ? ഇൻഷാല്ലാഹ്. KLR എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഇത് 65 വയസ്സും അതിന്റെ മുകളിൽ പ്രായമുള്ള ഒരു ഹാജിയും അയാളെ സഹായിക്കാനുള്ള ഒരു ഹാജിയും ചേർന്ന കവറാണെന്ന് മനസ്സിലാക്കുക.
KLF എന്ന് പറഞ്ഞെങ്കിൽ ഇത് ജനറൽ കവറാണ്. ചിലപ്പോൾ ഉദ്യോഗസ്ഥന്റെ മേലുള്ള ഒരു പക്ഷെ അതിലുണ്ടായേക്കാം. പക്ഷെ അതിന്റെ കവർ കണ്ടാലായിരിക്കും ഒരു ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം, KLR എന്ന് പറയുന്ന വിഭാഗത്തിലും KLWM 65 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാരും നറുക്കെടുപ്പ് ഇല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അത്തരം കവറുകളിൽ ഉൾപ്പെട്ട ആളുകൾ KLWM 65 വയസ്സിന്റെ മുകളിലുള്ളതും KLR എന്ന് പറഞ്ഞ 65 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ കവറിൽ ഒരാൾ ക്യാൻസൽ ആയാൽ കവർ ഒന്നിച്ച് ക്യാൻസൽ. ആ ബുദ്ധിമുട്ടൊന്നും അതല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത്, എപ്പോഴും എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ചോനെ എന്നെ സഹായിക്കണേ, സ്വീകരിക്കണേ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എനിക്ക് ഹജ്ജിൽ പോകാനും വരാനുള്ള തൗഫീഖ് നൽകണേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മെയ് മാസത്തിലാണ് യാത്ര. ഇതേതാ മാസം? ഡിസംബറാണ്. ഇനി ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നോമ്പ് വരാണ്ട്, പെരുന്നാളുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ജനറൽ വിഭാഗത്തിൽ 14,351 പേര് അപേക്ഷിച്ചിരുന്നു. അതിൽ 8,305 ആൾക്കാർക്കാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയൊരു ആദ്യമൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരു കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മൂപ്പരൊരു പ്രത്യേക ട്രെയിനറും കൂടിയാണ് ഈ വർഷം. അപ്പൊ അദ്ദേഹം എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷപൂർവ്വം പാർക്കിലേക്കൊക്കെ ഞാൻ പോയി വരുന്നു. സർക്കാരിന്റെ ബസ്സിന് പുറമെ അവിടുത്തെ മക്ക ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് നല്ല ആചാരം കബൂലാക്കട്ടെ, നമ്മൾ കബൂലാക്കട്ടെ. അപ്പൊ നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം 2,591 വരെ വെയിറ്റിംഗ് ലിസ്റ്റ് പെട്ട ആൾക്കാർക്കാണ് കിട്ടിയത്. ഈ വർഷം ആദ്യ ഘട്ടത്തിൽ തന്നെ 1,711 വരെ കിട്ടി. ഇനിയും ഇൻഷാ അല്ലാഹ് കുറെ പേർക്ക് കിട്ടണം. പ്രത്യേകിച്ച് 3000-ന്റെ അടുത്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ വരികയും അവർ ഈ ക്ലാസ്സിൽ വരികയൊക്കെ ചെയ്ത ആളുകൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വെയിറ്റിംഗ് ലിസ്റ്റിന് കിട്ടിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നിർദ്ദേശങ്ങളാണ്. സമർപ്പിക്കേണ്ട രേഖകൾ, ഒന്ന് ആപ്ലിക്കേഷനാണ്. അതിപ്പോ കൊടുത്തോലെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കും. അപ്പൊ എന്തിനാണ് പറയുന്നത്? വെയിറ്റിംഗ് ലിസ്റ്റ് പെട്ടവർക്കാണ് പ്രത്യേകം മനസ്സിലാക്കുക. അപേക്ഷയുടെ കോപ്പി, ഒരു ഡിക്ലറേഷൻ, ഒരു 14 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഡിക്ലറേഷൻ നമ്മൾ ഒപ്പിടുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിൽ പോയിട്ടില്ല, തെറ്റായ വിവരങ്ങൾ ഞാൻ കൊടുത്തിട്ടില്ല, ഇങ്ങനെ എന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ ഉണ്ട് എങ്കിൽ എന്റെ ഈ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അപേക്ഷ ഹജ്ജ് കമ്മിറ്റി സ്വയം തള്ളുന്നതിന് എനിക്ക് വിരോധമില്ല. അതേപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി സൗകര്യത്തിനനുസരിച്ച് എംബാർക്കേഷൻ പോയിന്റ് മാറ്റുന്നതിന് എനിക്ക് വിരോധമില്ല. പല വിവരങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ഒപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ അടുത്ത് കൊച്ചിയിൽ അപേക്ഷിച്ച ഒരാൾക്ക് കോഴിക്കോട്ടേക്ക് മാറണം. നിലവിലെ സംവിധാനമില്ല. അപ്പോൾ ഒരാജിനോട് തർക്കിച്ചാണ്. എന്താ തർക്കിച്ച് പറഞ്ഞത്? അതെങ്ങനെ നിങ്ങളാണ് പറയാം? അങ്ങനെ മാറ്റാൻ പറ്റൂല, അങ്ങനെ മാറ്റാൻ പറ്റുന്ന കാര്യമില്ല. രാജ്യത്ത് ഏത് നിയമം നടക്കൂല, അപ്പോൾ മാറ്റണം. നമ്മൾ പിന്നെ രാജ്യത്തെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നു. അത് ഞാൻ ഇട്ടോന്നല്ല, നിങ്ങൾ ഇടാൻ ഒപ്പ് വേറെ ആരായിട്ട് അല്ല, അതുപോലെ ഇടാൻ പറഞ്ഞപ്പെട്ടതാണ്. ഇടാൻ പറഞ്ഞപ്പെട്ടാലും നമ്മൾ ഒപ്പിട്ടാൽ നമുക്ക് അടുത്ത ഉത്തരവാദിത്തം മനസ്സിലാക്കുക. അതേപോലെ തന്നെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ, എന്റെ പാസ്പോർട്ട് നമ്പർ ഇതാണ്, എനിക്ക് കേടിയാത്ര പേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിട്ടെടുത്തു. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ പാസ്പോർട്ട് കേടുന്നുണ്ട്. അപ്പൊ നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യും, പുതുക്കും. അപ്പൊ നമ്പർ വേറെ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? പഴയ പാസ്പോർട്ട് നമ്പറും അപേക്ഷിച്ചപ്പോഴുള്ള പാസ്പോർട്ട് നമ്പറും പുതിയ പാസ്പോർട്ട് നമ്പറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത്യാവശ്യം ഒരു അപേക്ഷ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അത് ബോംബെയിലേക്ക് അറിയിക്കേണ്ടി വരും. ബോംബെയിൽ നിന്ന് അത് വിവിധ സർക്കാർ വകുപ്പിലേക്ക് അറിയിക്കും. അത് CGI ജദ്ദയിലേക്ക് അറിയിക്കും. വിസാറത്തുൽ ഹജ്ജ് വൽ ഉംറ മന്ത്രാലയത്തിലേക്ക് അറിയിക്കും. എല്ലായിടത്തും അറിയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരം ഒപ്പുകളൊക്കെ വെക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഹജ്ജിന് പൈസ അടച്ചതിനുള്ള റെസിപ്റ്റ് അതും ആ കൂട്ടത്തിൽ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ബാക്ക് പേജ് ഒക്കെ അതിനായിട്ട് ചില ആൾക്കാർ ചോദിക്കുന്നത് ഫോട്ടോ കൊടുക്കേണ്ടാത്തത്. പണ്ടൊക്കെ അങ്ങനെ വേണ്ടായിരുന്നല്ലോ. ഫോട്ടോ കൊടുക്കേണ്ടോ? ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് അപേക്ഷിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ രേഖയിലൊക്കെ ഫോട്ടോ വന്നു. പിന്നെ പാസ്പോർട്ടിലുള്ള ഫോട്ടോ കൃത്യമായിട്ട് എവിടെ വരും? വിസയുടെ കോപ്പിയിലും വരും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായ ഒരു ഫോട്ടോ കൊടുക്കേണ്ടില്ല. പക്ഷെ ഒറിജിനൽ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു ഫോട്ടോ അതിന്റെ പുറകെ ഒട്ടിക്കേണ്ടി വരും. അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്പോർട്ട് കൊടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ദിവസം തന്നെ ഓരോ ഫ്ലൈറ്റിനനുസരിച്ച് ഇപ്പൊ 300 ആളൊക്കെ പോണ ഫ്ലൈറ്റ് ആണെങ്കിൽ അത്രയും പാസ്പോർട്ട് അതിന് തെരഞ്ഞെടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുത്ത് ഇവിടെ വെച്ച് നമ്പറൊക്കെ നോക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ ഹൗസിൽ എത്തുമ്പോൾ ക്യാമ്പിൽ എത്തുമ്പോൾ തരും.
അപ്പൊ നമ്മുടെ പാസ്പോർട്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ പുറകിൽ ഒട്ടിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് 1,30,300 നമ്മൾ ഒന്നാം ഘട്ടം അടച്ചു. 1,42,000 രൂപ രണ്ടാം ഘട്ടം അടക്കാനുള്ള അവസാന ദിവസം 16-ാം തീയതിയാണ് എന്ന് പറയുന്നത് ഇവിടുന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാവരും അടച്ചോ? ഇൻഷാ അല്ലാഹ്. അടക്കാത്തവര് സമയത്തിനകം അടക്കുക. അടച്ചതിന്റെ റെസിപ്റ്റ്, രണ്ടാം ഘട്ട പൈസ അടച്ചതിന്റെ റെസിപ്റ്റ് ഹജ്ജ് ഹൗസിൽ കൊടുക്കേണ്ടതില്ല, നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, ആവശ്യപ്പെടുമ്പോൾ കൊടുത്താൽ മതി. ഇനി വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ 2 ഗഡു തുക ഒന്നിച്ചാണ് അടക്കേണ്ടത്. എത്ര അടക്കപ്പെട്ടാവുക? 2,72,300 രൂപ. അത് ഒന്നിച്ചടക്കുക. രേഖകളെല്ലാം ഈ പറഞ്ഞിട്ടുള്ള പിന്നെ ട്രെയിനർ അത് സ്വീകരിക്കും, എന്നിട്ട് അദ്ദേഹം ഹജ്ജ് ഹൗസിൽ എത്തിക്കും എന്നാണ് പറഞ്ഞത്. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. പ്രധാനപ്പെട്ട മറ്റൊരു നമ്മുടെ സംശയത്തിലേക്ക് പ്രവേശിക്കാണ്, പൈസ എത്ര ആവുന്നതാണ്. സംശയമില്ലേ? നിങ്ങൾക്ക് ഒരു സംശയം പറഞ്ഞിടത്തോണ്ടാണ്. എന്തായിരുന്നാലും പൈസ എത്രയാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റൂല. മൂന്നാമത്തെ ഗഡു പൈസ അടക്കുമ്പോഴേക്ക് വിമാനത്തിന്റെ തുക നിശ്ചയിക്കും. അതുപ്രകാരം തന്നെ ഇന്ത്യൻ പൈസയും റിയാലും തമ്മിലുള്ള വ്യത്യാസം നിശ്ചയിക്കും. എന്നിട്ട് ഫൈനൽ ആയിട്ടുള്ള ഒരു തുക അപ്പോൾ നമ്മളോട് അടക്കാൻ വേണ്ടി. കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നിന്നുള്ള തുകയും കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുള്ള തുകയൊക്കെ വ്യത്യാസമായിരുന്നു. ആ തുക എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്, കോഴിക്കോട്ട് നിന്നുള്ള തുക കഴിഞ്ഞ വർഷം 2023 കഴിഞ്ഞ മുമ്പത്തെ വർഷം 3,53,000 രൂപയാണ്. കൊച്ചിയിൽ അത് 3,53,000 ആയിരുന്നു, കണ്ണൂർ 3,55,000. ഈ കഴിഞ്ഞ 2024 കോഴിക്കോട്ട് 3,73,000 രൂപയാണ്. കൊച്ചിയിൽ 3,37,000 ആയിരുന്നു, കണ്ണൂരിൽ 3,38,000. കോഴിക്കോട്ട് നിന്ന് കഴിഞ്ഞ വർഷത്തെ വിമാനത്തിന്റെ തുക 1,34,972 രൂപയായിരുന്നു. കൊച്ചിയിൽ 99,000 രൂപയായിരുന്നു, കണ്ണൂരിൽ 99,000 രൂപ. അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ സ്വയം തീരുമാനിച്ച് കോഴിക്കോട് നിന്ന് ഇത്ര കൂടുതൽ തുകയാണ് എങ്കിൽ കളി നമ്മളോട് വേണ്ട, നമ്മൾ കൊച്ചിയിൽ പോയേക്കാം, കണ്ണൂരിൽ പോയേക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് കോഴിക്കോട് സൗദി എയർലൈൻസ് തിരിച്ചു വരാൻ വേണ്ടി പോണത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇങ്ങനെ തന്നെ മാറാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറാൻ പറ്റില്ല എന്നാണ് ഉത്തരം. എവിടെയാണോ അല്ലാഹു തആല നിശ്ചയിച്ചെങ്കിൽ അവിടെ നമുക്കത് ഖൈറാവട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അജബലി അംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അയാൾക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ അയാൾ പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അയാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അയാൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. എങ്ങനെ വന്നാലും അല്ലാഹുവായിട്ടുള്ള ബന്ധം നിലനിർത്തുക. അൽഹംദുലില്ലാഹ് എന്ന് പറയാ, ഇന്നാ ലില്ലാഹി എന്ന് പറയാ. അപ്പോൾ അല്ലാഹുവായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് പടച്ചോൻ നമുക്ക് തീരുമാനിച്ച പോലെ വരും എന്നതാണ് ഹജ്ജിന്റെ കാര്യത്തിൽ നമ്മൾ നിശ്ചയിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയെത്രയോ ആളുകളുണ്ട് നാട്ടിൽ. നമ്മളെക്കാളും സാമ്പത്തികമായ ശേഷിയുള്ളവരുണ്ട്, ആരോഗ്യപരമായ ശേഷിയുള്ളവരുണ്ട്, എല്ലാ കഴിവും ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ അല്ലാഹു ആരെ ഹജ്ജിനെ വിളിച്ചത്? നമ്മളെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റബ്ബ് തീരുമാനിച്ചതാണ്, അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്, പ്രയാസം വന്നാലും ഇന്നാലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അറബ് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അറബിന് കഴിഞ്ഞ വർഷം 2024 15,180 രൂപയായിരുന്നു ഹജ്ജ് കമ്മിറ്റി വാങ്ങിയിരുന്നത്. സൗദിയിൽ പൈസ അടച്ച ആളുകൾക്ക് 720 സൗദി റിയാലാണ് വാങ്ങിക്കുക. 15,000 രൂപ 720 സൗദി റിയാൽ ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആവില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ ഒന്നിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒന്നിച്ച് കൊടുക്കുന്നതായതുകൊണ്ടാണ് ആ കുറവ് ലഭിക്കുന്നത്. ഇനി ഒരാൾ ഹജ്ജ് കമ്മിറ്റി വഴി ഓപ്ഷൻ നൽകിയവർ മാത്രമേ ഈ പൈസ അടക്കേണ്ടതുള്ളൂ. ഓപ്ഷൻ നൽകാത്തവരോ അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവർക്കും കിട്ടിയില്ലേ കോപ്പി? ഇൻഷാ അല്ലാഹ്. ഇത് അൽഹംദുലില്ലാഹ് ഹജ്ജ് കമ്മിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. എല്ലാ വിവരങ്ങളും ഒരു 12 പേജിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള ഒരുപാട് മണ്ഡലത്തിൽ ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വലിയ എഫേർട്ട് എടുത്തത് ബഹുമാനായ മുഹമ്മദ് സാഹിബാണ്. നമ്മുടെ ഒരു കണ്ണാശുപത്രിക്കാരെ അതിനൊരു പ്രിന്റിങ്ങിന് സഹായം നൽകി. മലപ്പുറം ജില്ലയിലെ വേറെ ചില മണ്ഡലങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കലുള്ള വേറെ ടീം അതിന് സഹായം നൽകി. ഇവരുടെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹാജിമാരായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ സ്ഥാപനം വിട്ടുന്ന ആ ഉദ്ദേശത്തിലാണ്, ഈ പുസ്തകം തന്നിട്ടുള്ളത് ആ ഉദ്ദേശത്തിലാണ്.
ഹജ്ജ് കമ്മിറ്റിയുടെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നത് ആ നിയത്തോട് കൂടിയിട്ടാണ്. ഞാൻ വിചാരിക്കാണ് താനൂരിൽ നിന്നാണ് പ്രിയപ്പെട്ട അക്ബർ സാഹിബ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ ക്ലാസ് നടത്തുന്നതൊക്കെ കൃത്യമായിട്ട് നോക്കുക, നിങ്ങളോട് ദുആ വസിയത്ത് പറയാം. അവിടെ വെച്ച് ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് അവരെ കൂടെ ഉൾപ്പെടുത്തുമെന്നുള്ള നിയത്തോട് കൂടിയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ ഇന്നെ ഓർക്കുണ്ടാവും. ഞാൻ ഓർമ്മയില്ലെങ്കിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചതല്ലേ. നിങ്ങളുടെ ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓർക്കുക, മമ്മായി മാഷ ഓർക്കുക, മറ്റ് സഹോദരന്മാരെ ഓർക്കുക, അതുപോലെ തന്നെ ക്ലാസ് എടുത്ത ആൾക്കാരെ ഓർക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തുക. നമ്മൾ ഇൻഷാ അല്ലാഹ് അറഫയിലേക്കൊക്കെ മിനായിലേക്കൊക്കെ പോണതിന് മുമ്പ് ആ ദുൽഹജ്ജ് 2, 3 ഒക്കെ ആകുമ്പോൾ പ്രത്യേകമായ ഒരു പരിപാടി ഉണ്ട്. ഒരു മൊബൈലിലോ അല്ലെങ്കിൽ കടലാസിലോ എവിടെയെങ്കിലും എഴുതി വെക്കും. ബാപ്പാന്റെ പേര്, ഉമ്മാടെ പേര്, ഉമ്മാടെ കുടുംബത്തിൽപ്പെട്ടവര്, ബാപ്പാന്റെ കുടുംബത്തിൽ, എന്റെ സുഹൃത്ത്, മറ്റൊരു ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാറ്. ആ കൂട്ടത്തിൽ ഹജ്ജിന് വേണ്ടി ഹിദ്മ ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി ഹിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. അതിങ്ങനെ നമ്മളിങ്ങനെ കാലത്തിന് മുമ്പിലൊക്കെ ഈ മത്താപ്പിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും, പഠിച്ചനെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമല്ലോ. അങ്ങനെ ആ ദുആ നിങ്ങൾ നിർവഹിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ ഒരു അവസരം ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ഇനി പറയുന്ന ഒരു സംഗതി അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അഥവാ അടച്ച പൈസ തിരിച്ചു വാങ്ങേണ്ട ഒരു ഘട്ടം വരികയാണ് എങ്കിൽ നമ്മുടെ 2025 ഫെബ്രുവരി 18 മുൻപ് പൈസ തിരിച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപയാണ് ഇതിൽ കുറവ് വരിക, ബാക്കിയുള്ള പൈസ തിരിച്ചു. ഇനി അതല്ല ഏപ്രിൽ 18 മുമ്പാണ് എങ്കിൽ 9000 രൂപ തിരിച്ചു. അതുമല്ല നമ്മൾ പുറപ്പെടുന്നതിന്റെ 3 ദിവസം മുമ്പാണ് എങ്കിൽ ഒരു 25,000 രൂപ എടുത്തിട്ട് ബാക്കിയുള്ള പൈസ കിട്ടും. ഈ 72 മണിക്കൂറിനുള്ളിലാണ്, 3 ദിവസത്തിന്റെ ഉള്ളിലാണ് ക്യാൻസലേഷൻ വരുന്നത് എങ്കിൽ അങ്ങോട്ടുള്ള വിമാനത്തിന്റെ ടിക്കറ്റും അതുപോലെ തന്നെ വിസയുടെ പൈസയും കഴിച്ചിട്ട് ബാക്കിയുള്ള തിരിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്ലൈഡിലൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കൽ എന്താ വെച്ചാൽ പഠിച്ചാനെ ഈ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ, അള്ളാഹു അങ്ങനെ വരുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ വർഷം നേരത്തെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള 500 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോട്ടയുണ്ട്, മെഹ്റാം കോട്ട എന്നാണ് പറയാം. അതിന് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയാണ് അതിന്റെ അവസാന തീയതി. കൂടുതൽ ആളുകളുണ്ട് എങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക. ഈ വർഷം നമ്മുടെ ബന്ധപ്പെട്ട മെഹ്റമായിട്ടുള്ള ആൾക്ക് ഹജ്ജിന് കിട്ടി. അവർ പോയി വന്നാൽ പിന്നെ അവസരം കിട്ടൂല, നമുക്ക് പേടിയുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒറ്റക്ക് മീൻസ് ഒരു കവറിൽ 4 ആളുണ്ടെങ്കിൽ ഒരാൾക്കും കൂടെ അപേക്ഷിക്കാം, 5 ആളുണ്ടെങ്കിൽ ആ കവറിൽ അപേക്ഷിക്കാൻ പറ്റൂല. അതാണ് മെഹ്റം കോട്ട എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് 3 ആൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് 3 എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്, കോഴിക്കോടും കൊച്ചിയും കണ്ണൂരും. കോഴിക്കോട് 5578 ആൾക്കാർ തെരഞ്ഞെടുത്തു, കൊച്ചി 5181 ആൾക്കാർ തെരഞ്ഞെടുത്തു, 3500 ആളുകൾ കണ്ണൂരിൽ തെരഞ്ഞെടുത്തു. എംബാർക്കേഷൻ പോയിന്റ് ഒരിക്കൽ കൊടുത്തത് മാറ്റൂല എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമുക്ക് തീരുമാനാക്കിയില്ലേ, കണ്ണൂരിൽ നിന്ന് പോകേണ്ടെന്നാ അങ്ങനെ പോകും, കോഴിക്കോട് നിന്ന് പോകേണ്ടെന്നാ അങ്ങനെ. എനിക്ക് തോന്നുന്നത് 2019 19 പ്രളയത്തിന്റെ സമയത്തല്ലേ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്? 19 കൊച്ചിയിൽ വെള്ളം കയറി തിരുവനന്തപുരത്തേക്ക് മാറ്റി അവിടെ നിന്ന് യാത്ര പോയി. അപ്പൊ കൊണ്ടുപോയ സംഗതിയൊക്കെ വലിയ പ്രയാസത്തോടുകൂടി അന്നത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാനൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കാം. വലിയ പ്രയാസമായിരുന്നു. കാരണം പുതുതായിട്ട് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ വന്നാണ്, പഴയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഒഴിയാണ്. അവരെ കൂടി വലിയ എഫേർട്ട് എടുത്തിട്ടാണ് കൊച്ചിയിൽ നിന്ന് എന്ത് ചെയ്തത്, അങ്ങോട്ടേക്ക് മാറ്റിയത്. 2015 ശേഷം 16, 17, 18 ഈ 3 വർഷം കോഴിക്കോട് നിന്ന് ഓപ്പറേഷൻ ഇല്ലായിരുന്നു. 19 തിരിച്ചു വന്നത്. ആ വർഷമാണ് വലിയ മഴ ഉണ്ടായത്. 18 വമ്പിച്ച പ്രളയം ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അതോ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് മനസ്സിലാക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലൊക്കെ കടലാസും പേനയുള്ളതുകൊണ്ട് അതൊന്ന് കുറിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇൻഷാ അല്ലാഹ് ജിദ്ദയിലേക്കുള്ള ആദ്യ വിമാനം കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നത് മെയ് 16 തീയതി. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല പരിപാടികൾ ഉണ്ടാവില്ലേ? കല്യാണം ഉണ്ടാവും, സൽക്കാരം ഉണ്ടാവും, പരിപാടികൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ തീയതി മനസ്സിലാക്കിയാൽ യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ലീവ് കൊടുക്കേണ്ട ആൾക്കാരുണ്ടാവും, സർവീസിലുള്ളവരുണ്ടാവും. അതൊക്കെ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ആദ്യത്തെ വിമാനം പുറപ്പെടുന്നത് മെയ് മാസം 16 തീയതിയാണ്. അവസാനത്തെ വിമാനം ജദ്ദയിലേക്ക് പുറപ്പെടുന്നത് മെയ് മാസം 30 തീയതി. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യത്തെ അറഫ പ്രതീക്ഷിക്കപ്പെടുന്നത്
ജൂൺ 7-ാം തീയതിയാണ്. കഴിഞ്ഞ വർഷത്തെ അറഫ ദിനം ജൂൺ 16-ാം തീയതിയായിരുന്നു. ഈ വർഷം ഇൻഷാ അല്ലാഹ് ജൂൺ 7-ാം തീയതിയാണ്. മദീനയിൽ നിന്ന് ജൂൺ മാസം 21-ാം തീയതി ആദ്യത്തെ വിമാനം തിരിച്ചു വരും. ജൂലൈ 10-ാം തീയതിയോടുകൂടി നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ എല്ലാവരും തിരിച്ചു വരും. അപ്പൊ ഏകദേശം ഡേറ്റ് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഇടയിലാണ് നമ്മൾ യാത്ര വരുന്നത്. അങ്ങോട്ട് പോകുന്നത് മെയ് മാസം 16-നും 30-നും ഇടത്ത്. ഇങ്ങോട്ട് വരുന്നത് ജൂൺ മാസം 21-നും ഞാനത് എഴുതാൻ പറഞ്ഞതിന്റെ കാരണം എന്താ പറയുന്നത്, എന്തൊരു ആക്ഷൻ ഉണ്ടായിക്കോട്ടെ, ഒരേപോലെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് സൗദിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി എന്തോ പറഞ്ഞാൽ ഇല്ല, സൗദിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി അതിന്റെ ഇടയിൽ കഴിഞ്ഞിട്ട് പ്രവാസി ഹാജിമാരുടെ മടക്കയാത്ര. ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോകാൻ ആൾക്കാർക്ക് അതിന് പോകാം. സ്വന്തം നിലക്ക് ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഹജ്ജിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ഹജ്ജ് കഴിഞ്ഞ ഉടനെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കോപ്പി വെച്ച് അപേക്ഷിച്ചാൽ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വരുന്ന വളണ്ടിയറുടെ കൂടെ ചെന്നിട്ട് സഹായത്തോടു കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ ഗൾഫിലേക്ക് ഏതെങ്കിലും രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ട ആൾക്കാർക്ക് അങ്ങനെ പോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. നമ്മളെന്താ വിചാരിക്കേണ്ടത്, ഒരു ദിവസം 1 മണിക്കൂർ 1 മിനിറ്റ് മക്കൾക്ക് ചെലവഴിക്കാൻ അല്ലാഹു അവസരം നൽകുകയാണെങ്കിൽ പടച്ചോനെ അൽഹംദുലില്ലാഹ്. ഓരോ തവണ മസ്ജിദുൽ ഹറമിലേക്ക് പോയിട്ട് വരുമ്പോഴൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മദീനയിൽ മസ്ജിദ് നബവിയുടെ അടുത്തൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ചോനെ നീ എന്നെ വിശുദ്ധമായ മണ്ണിലെത്തിച്ചുവല്ലോ അല്ലാഹുവേ. ഇവിടെ എന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുറങ്ങുകയാണല്ലോ. അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ കിടക്കുന്ന ഭൂമിയാണല്ലോ അല്ലാഹുവേ. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിലൂടെ വളരെ സന്തോഷത്തോടു കൂടി നടന്നു പോവുകയാണെന്ന് നിശ്ചയിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യംശൂന അലൽ അർളി ഹൗന, വളരെ ഭയഭക്തിയോടുകൂടി ഈ ഭൂമിയിൽ ഞാൻ അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് ഇതിനൊക്കെ അർത്ഥമുണ്ടോ എന്നൊക്കെയുള്ള നീയത്തോടു കൂടി വളരെ പാവപ്പെട്ട ഒരു അടിമയായിട്ട് നടന്നു പോണ ആൾക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇൻഷാ അല്ലാഹ്. ഖുർആനിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വലില്ലാഹി അൽനാസി ഹിജ്ജുൽ ബൈത്തി വഇസ്തതാഅ ഇലൈഹി സബീല. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ആരോഗ്യം, സമ്പത്ത്, വഴി, യാത്ര, എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമാണ്. അതൊരു നിർബന്ധമായ ബാധ്യതയാണ്. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹജ്ജിലെ മബ്റൂർ ലൈസ ജസാഇൽ ജന്ന, സ്വർഗ്ഗമില്ലാതെ എന്നോട് പറയും അല്ലോ, സ്വർഗ്ഗത്തിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തെ കുറിച്ച് ഇഖാമത്തുസ് സലാത്ത് എന്ന ആയിരത്തിലാണ്. ഇഖാമത്തുസ് സലാത്ത് നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും നിസ്കരിക്കാന്നുള്ളതല്ല. സുബ്ഹിനായാൽ നിസ്കരിക്കണം, ളുഹറായാൽ നിസ്കരിക്കണം, അസറായാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ്, അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യത്തെ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിതം നന്നാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മൂന്നാമത്തെ കാര്യം സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ കൊടുക്കുന്നവരാണ്, കൊടുക്കണം. ഒരു വർഷം നമ്മുടെ കയ്യിൽ നമ്മുടെ സമ്പത്ത് ഉണ്ടാവുകയും അതിൽ നിന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ 2.5% നമ്മുടേതല്ലാതായി മാറുകയും ചെയ്യുന്ന സംഗതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് എനിക്കൊന്നും നിർബന്ധം ഉണ്ടാവില്ല. ഈ കാര്യം അത് എനിക്ക് ഭൂമിയല്ലേ ഉള്ളൂ, ഇന്ത്യക്ക് ഇത് നോട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ മസാല എന്താണ്? അല്ലെ ഇതിന്റെ ആഭരണം 10 പവനല്ലേ ഉള്ളൂ, അയക്കാറൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പല മസാല നമ്മൾ സ്വയം ഉണ്ടാക്കുകയും മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലാഹു നീ എനിക്ക് സ്വത്ത് തന്നതാണ്, ഇതിലെ ഒരു നിശ്ചിത ശതമാനം ഇന്ന സമയമാകുമ്പോൾ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്, അത് അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ നോമ്പ് നമ്മളൊക്കെ എടുക്കും. സുന്നത്ത് നോമ്പ് ഇഷ്ടം പോലെ എടുക്കും, നിർബന്ധമായിട്ടുള്ള നോമ്പ് എടുക്കും. നോമ്പിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നമ്മളിങ്ങനെ ദുആ ചെയ്യും. اللهم بارك لنا في رجب وشعبان
وبلغنا رمضان وفقنا فيه للصيام والقيام وتلاوة القرآن. റജബിൽ ദുആ ചെയ്യുക, ശഅബാനിൽ ദുആ ചെയ്യുക, എന്നിട്ട് റമദാനിൽ എത്തിക്കണേ എന്ന് ദുആ ചെയ്യുക, എന്നിട്ട് റമദാൻ മുഴുവൻ നോമ്പെടുക്കുക, അതിന് മുമ്പ് നോമ്പെടുക്കുക. അങ്ങനെയൊക്കെ എടുക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അഞ്ചാമത്തെ കാര്യം ഹജ്ജ് ചെയ്യാന്നുള്ളതാണ്. അത് എനിക്കൊന്നും നിർബന്ധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മോളെ കല്യാണം കഴിയട്ടെ, മോന്റെ കല്യാണം കഴിയട്ടെ, ഓല കുടിയിരിക്കൽ കഴിയട്ടെ, കെട്ടിച്ച മോക്ക് പിന്നെ കുട്ടികളുണ്ടാവും, അതിന്റെ മുടിയാഴ്ചയിൽ കഴിയട്ടെ, ഓക്കൊരു പേരാവട്ടെ. ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേക്കും അവസാനം അള്ളാന്റെ വിളി വന്നിട്ട് അസലാം വരയ്ക്കുന്ന അങ്ങനെ പോണ്ടി വരും. അതിന്റെ മുമ്പ് അതൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകണം. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ദീർഘമായ സമയം ആവശ്യമുള്ള ഒരു ആരാധനയാണ്. അതോടൊപ്പം തന്നെ ഒരു 6 ദിവസം വലിയ ശാരീരികമായ ക്ഷമത ആവശ്യമാണ്. എന്നാ പിന്നെ വലിയ ശേഷിയില്ലാത്തവർ പോകാൻ കഴിയില്ല, പോകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു കാക്കട്ടെ. ഇവിടെ നിന്നൊക്കെ പുറപ്പെട്ട് മക്കയിലെത്തി ഒരു ഉംറയും നിർവഹിച്ചതിനു ശേഷം അസീസിയയിലെയോ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ റൂമിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാതെ പിന്നെ ഹജ്ജിന് വേണ്ടി മാത്രം പോകുന്ന എത്രയോ ഹതഭാഗ്യരുണ്ട്. അല്ലാഹു അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്താതിരിക്കണം. നല്ല ആരോഗ്യം ആവശ്യമുള്ളതാണ്. അതേപോലെ തന്നെ നല്ല മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഹജ്ജിന് പോകാൻ വേണ്ടി കഴിയൂ. ചിലരൊക്കെ അങ്ങനെ പോയതിന് ശേഷം അവിടെ എത്തിയിട്ട് പോലും അതായത് തൗഫീഖില്ലെങ്കിൽ എന്താ ചെയ്യാ, ബുദ്ധിമുട്ടാവില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരെങ്കിലും നമ്മളെ സഹായിക്കാണ്ടാവുന്ന കാര്യത്തിൽ അവിടെ വളണ്ടിയർമാരുണ്ടാവും. കേരളക്കാർ ഭയങ്കര VIP-കളാണ്, ഇഷ്ടംപോലെ സന്നദ്ധ പ്രവർത്തകരുണ്ടാവും. വേറെ സഹായങ്ങൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് പോയത്. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? പടച്ചോനെ നിനക്ക് സ്തുതി എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥനയും മനസ്സിൽ എപ്പോഴും കരുതേണ്ട എന്താണെന്നറിയോ? റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. എപ്പോഴും ഞാൻ റബ്ബേ നിന്നെ തവക്കുലാണ്. ഹസ്ബുനല്ലാഹു, ഞങ്ങൾക്ക് അല്ലാഹു മതി. നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഞങ്ങൾക്ക് നല്ല സഹായം നൽകുന്നവനും ഞങ്ങളെ ഏറ്റെടുക്കുന്നവനൊക്കെ അല്ലാഹുവാണ്. അതുകൊണ്ട് പടച്ചോനെ നീ എന്നെ സഹായിക്കണമേ എന്ന തവക്കുലുണ്ടോ നമ്മൾ വിജയിക്കും. അല്ല ആരെങ്കിലും നിന്റെ മരവും വരും ജദ്ദീന്ന്, അല്ല എന്റെ മോനൊക്കെ എത്ര കൊല്ലായിട്ട് ഓ റിയാദിലുണ്ട്, ഓനാണ് വന്നോളും എന്നൊന്നും വിചാരിക്കരുത്. ആരെ വിളിച്ചത്? അല്ലാഹുവാണ്. ആരെ വിളിച്ചത്? അപ്പൊ പടച്ചോൻ വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നത്. എന്നെ റബ്ബേ നീ ഏറ്റെടുക്കണേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും നമുക്ക് ഉണ്ടാവണം. കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ വേണം എന്ന് വിചാരിച്ചിട്ട് ഹജ്ജിന്റെ ഓരോ ബാബുകളും വെച്ചിട്ട് വലിയ കിതാബൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. ഇല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നിസ്കരിക്കണം എന്നതിന് ഫാത്തിഹ നിർബന്ധമായിട്ട് പഠിക്കണ്ടേ? ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് നമ്മൾ ചെല്ലുന്ന ദിക്റും ദുആ ഏതാണെന്ന് വെച്ചാല് ഇല്ല, തൽബിയത്ത് പഠിക്കണം, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. മൂന്നാമത്തെ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് വഴിയെ ഞാൻ പറയും. നിങ്ങൾ റെഡിയല്ലേ കേൾക്കാൻ? ഇൻഷാ അല്ലാഹ് വഴിയെ പറയും. അതേപോലെ തന്നെ നമ്മോട് വിശ്വാസപരമായി ആദർശപരമായിട്ട് യോജിപ്പുള്ള ആളുകളുടെ ക്ലാസ്സുകളിൽ ധാരാളമായിട്ട് പങ്കെടുക്കുകയും ഹജ്ജിന്റെ അമലുകളെ കുറിച്ച് കൃത്യമായ ധാരണ നേടുകയും വേണം. ജമ്മിന്റെ മസ്തലയും ബസറിന്റെ മസ്തലയും എത്ര തവാഫ് ചെയ്യണം, തവാഫിന്റെ ഇടയിൽ ഒതു വേണം, ഒതു മുറിഞ്ഞാൽ എന്ത് ചെയ്യണം, കാബമ്മ പോയി തൊട്ടാൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് മസലകളുണ്ടോ. അതൊക്കെ എന്ത് ചെയ്യും? ഹജ്ജ് കമ്മിറ്റി അത്തരം മസലകളൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കാരണം ഉള്ളത് കൊണ്ടാണ്. തുടക്കത്തിൽ അൽ ഹജ്ജ് അശ്ഹുറുൻ മഅലൂമാത്തുൻ ഫമൻ ഫറദ ഫീഹിൽ ഹജ്ജ ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്, അവർ വിശ്വസിക്കുന്ന അഭിപ്രായങ്ങളുണ്ട്. ചില ആൾക്കാർ അവിടെ നിന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തും. ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ആദർശവും നമുക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരുടെ ക്ലാസ്സും ഒക്കെ കേട്ട് നമ്മൾ പരമാവധി ധാരണ വേണം എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ ഗൈഡ് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ കിതാബുൽ അദ്കാർ
അല്ലെങ്കിൽ കിതാബുൽ മനാസിഖൊക്കെ കിട്ടും. അതൊക്കെ വായിച്ച് പഠിക്കാൻ വേണ്ടി ഇതിനുള്ള സമയം ഉപയോഗപ്പെടുത്തുക. കാരണം ഇഷ്ടം പോലെ സമയം നമ്മുടെ മുന്നിൽ അങ്ങനെ കിടക്കുകയാണ്. റമദാനൊക്കെ വരാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു 6 ദിവസം കൊണ്ട് ഏകദേശം 35 മുതൽ 40 വരെ കിലോമീറ്റർ നടക്കാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടും. അപ്പൊ പഠിത്തം നടക്കാൻ പോവാണോ, അല്ലെങ്കിൽ ഇനി നടക്കാൻ കഴിയും എന്താ ബുദ്ധിമുട്ടാവോ, ആന പിന്നെ കൊണ്ടുപോവുക എന്നൊന്നും വിചാരിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി അല്ലാഹുവിൽ തവക്കുലാക്കുകയും നിയ്യത്ത് നന്നാക്കുകയും ഇടക്കിടക്ക് പറയും ചെയ്യുക, പഠിച്ചവനെ ഞാൻ പാവപ്പെട്ട ഒരു അടിമയാണ്, ഞാൻ എന്റെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, ഞാൻ നീ വിളിപ്പിച്ചിട്ട് വന്നതാണ്, ഇബ്രാഹിം നബിയെ കൊണ്ട് വിളിപ്പിച്ചിട്ട് വന്നതാണ്, പഠിച്ചവനെ എന്നെ സഹായിക്കണേ എന്ന പ്രാർത്ഥന എല്ലായ്പ്പോഴും ഉണ്ടാകും. ഒരാൾ ഒറ്റക്കാണ് അഞ്ചിൽ പോകണമെന്ന് വിചാരിക്കുക, അയാൾ വിചാരിക്കുക എനിക്ക് ആരും നോക്കണ്ടായിരുന്നു, പെണ്ണുങ്ങൾ വെച്ച് ഓളയും കത്തിച്ചേണ്ടി വരും, ഓളെ കാര്യം നോക്കേണ്ടി വരും, ബസ് കയറുമ്പോൾ കഴിച്ചേണ്ടി വരും, കയറി നിന്ന് സീറ്റ് പിടിച്ചു വെക്കേണ്ടി വരും. ഒക്കെ ചൊറാൻ ഞാൻ ഒറ്റക്ക് പോകണമെന്ന് ഒരാൾ തീരുമാനിച്ചു വെച്ചു. ഒറ്റക്ക് പോയ ഒരു ആചാര്യ കഥ ചിലപ്പോ കട്ടപ്പൊക്കെ അതൊന്നും തീരുമാനിച്ചാലും നടക്കും. കഴിഞ്ഞ വർഷം ഒരു ആചാര്യ ഉണ്ടായിരുന്നു, അയാള് കുറേ വർഷങ്ങളായിട്ട് അപേക്ഷിച്ചു, കിട്ടിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളി, ആ പെണ്ണുങ്ങൾ മാത്രമല്ലേ നിങ്ങൾ പോയിക്കോളി, ഞാൻ ഒരു ഒറ്റക്കും കൊടുത്തോളാം. അതുവരെ കിട്ടാതിരുന്ന ആൾക്ക് 2024 കിട്ടി. പെണ്ണുങ്ങളും മോളും കുടുംബത്തിലെ വേറൊരു താത്തി 3 കവർ WM കവറിലുണ്ട്. ഈ ആചാര്യ അയാൾ 182ാമത്തെ ബിൽഡിങ്ങിൽ താമസിക്കുന്നു. അവിടുന്ന് 10 ബിൽഡിംഗ് അപ്പുറത്ത് കുറെ ദൂരം ബിൽഡിംഗ് ഉണ്ട്, 192ാമത്തെ ബിൽഡിങ്ങിൽ താമസിക്കുന്നു. അള്ളാഹ് തൗഫീഖോട് കൂടി ആ ആചാര്യക്ക് അസുഖം വന്നു, നടക്കാൻ കഴിയാതായി, വലിയ പ്രയാസമായി. പക്ഷേ ഒരു ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ഭാര്യക്കും മകൾക്കും ഒരു നേരം പോലും ഈ ആചാര്യൻ നിങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിപ്പോയി. അള്ളാഹു അത്തരം അവസ്ഥയിൽ നമുക്ക് കാക്കണ്ട. അപ്പൊ ഒറ്റക്ക് പോയാലും കൂട്ടായി പോയാലൊക്കെ എന്താണോ റബ്ബ് തീരുമാനിച്ചത് ആ അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ചില ദൂരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നമ്മൾ താമസിക്കുന്ന അസീസിയയിൽ നിന്ന് മിനയിലേക്ക് അതിന്റെ ഒരു ദൂരം എന്ന് പറയുന്നത് ഏകദേശം 6 മുതൽ 7 വരെ കിലോമീറ്ററാണ്. അത് ബസ്സിനാണ് പോവുക. പക്ഷേ 6 മുതൽ 7 കിലോമീറ്റർ വരെ ബസ്സിന് പോകാൻ എത്ര സമയം വേണ്ടി വരും? ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരത്തേക്ക് പോകാൻ എത്ര സമയം വേണ്ടി വരും ബസ്സിന്? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 15 മിനിറ്റ് എത്തൂലേ? ഇൻഷാ അല്ലാഹ് മണിക്കൂറുകൾ താണ്ടിയിട്ടാണ് അസീസയിൽ നിന്ന് മിനയിലേക്ക് ബസ് എത്തുക. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 8-ന് അല്ലെങ്കിൽ ദുൽഹജ്ജ് 7-ന് രാത്രിയൊക്കെ വമ്പിച്ച ട്രാഫിക്, ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അസീസിയിലെ കെട്ടിടത്തിന്റെ അവിടെ നിന്ന് പോയി ഒരു ബിൽഡിംഗ് നമ്പറൊക്കെ നമ്മൾ നോക്കി കയറുമ്പോൾ നമുക്ക് എല്ലാം ആവേശം ഉണ്ടാവുമല്ലോ. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ കൂടെ ബിൽഡിംഗ് നമ്പർ 140 കണ്ട് 141 കണ്ടൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ബസ് കറങ്ങി വന്നപ്പോൾ അപ്പോഴും 152 കാണാം. അപ്പൊ എന്താണ് മെയിൻ റോഡ് പ്രവേശനം കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ നോക്കുമ്പോ ഏകദേശം ഒരു 10:45 സമയത്താണ് ബസ്സിൽ ഞങ്ങളൊക്കെ കൂടി കയറ്റിയത്. അത് കഴിഞ്ഞ് അള്ളാന്റെ തൗഫീഖോട് കൂടി 12 മണിയായി, 1 മണിയായി, 2 മണിയായി. മുന്നിലിരിക്കാൻ ഡ്രൈവർ ഇങ്ങനെ ഒരു ട്രിപ്പ് അടിക്കും, തിരിച്ചു പോകും. ലെഫ്റ്റ് സൈഡില് മുത്തവൈഫിന്റെ ഒരാൾ മുർഷിദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൈഡ് ഇരിക്കുന്നുണ്ട്. പുള്ളി ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് മൂപ്പർ ഇങ്ങനെ ആ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നിട്ട് ഇടക്കിടക്ക് ഓക്കെ ഓക്കെ എന്ന് പറയല്ലോ, ഉറങ്ങുക. കാരണം എന്താ, എത്തുന്നില്ല. അങ്ങനെ അവസാനം സുബൈന്റെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഓരോരുത്തർ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ കാര്യം ചെയ്യാം, മെല്ലെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കുക. കാരണം എത്ര ലൊക്കേഷൻ എന്നിട്ട് വണ്ടി അങ്ങോട്ട് എത്താൻ ഞാൻ ചെയ്യാം. അങ്ങനെയാണ് അന്നത്തെ ദിവസം. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ നടന്നത് പോകാൻ വിചാരിച്ചാലോ അതും സാധ്യമല്ല. കാരണം നമ്മളുടെ റോഡ് ഇന്നതാണ് നമുക്ക് കൃത്യമായി പോകുന്നുണ്ട്. മീനായിട്ട് തരീക്കുൽ ചൗബറയിൽ കൂടെ ഞാൻ പോണത്, എന്റെ റോഡ് അതിന്റെ അടുത്താണ്, എന്റെ തമ്പ അതിന്റെ അടുത്താണെന്നൊക്കെ വിചാരിച്ചാൽ അവിടത്തേക്ക് ചിലപ്പോൾ നമുക്ക് എത്താൻ കഴിയില്ല. മാത്രമല്ല പുതിയ സിസ്റ്റം അനുസരിച്ച് വളരെ കർശനമായ നിയന്ത്രണങ്ങളോട് കൂടിയാണ് ഓരോ ഹാജിയെയും ബസ്സിൽ പ്രവേശിപ്പിച്ച് ഹജ്ജിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ ഇടയിൽ ആ ബസ് പോയാൽ മാത്രം ചെയ്യുള്ളൂ. ആ മുത്തവൈഫിന്റെ കാർഡും ആ നുസുക്ക് കാർഡൊക്കെ കൃത്യമായിട്ട് ഉണ്ടായാൽ മാത്രമേ ആ ടെന്റിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പല നിയന്ത്രണങ്ങളും ഉണ്ട്. മണിക്കൂറുകൾക്ക് യാത്ര എടുക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. മിനയിൽ നിന്ന് അറഫയിലേക്ക് ഏകദേശം 13 മുതൽ 16 കിലോമീറ്റർ വരെയാണ്. എന്ന് പറഞ്ഞാല് മിനയുടെ
മുസ്ദലിഫയോട് ചേർന്ന ഭാഗത്താണെങ്കിൽ അവിടെ 13 കിലോമീറ്റർ ഉണ്ടാവും. അതേസമയം ജംറയോട് ചേർന്ന് ഇങ്ങനെ തലക്കിലാണെങ്കിൽ അവിടെ 16 കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൂടി നടന്നു പോകേണ്ട സന്ദർഭം ഉണ്ടാകും, ബസ്സിന് പോകേണ്ട സന്ദർഭം ഉണ്ടാകും, ട്രെയിനിന് പോകേണ്ട സന്ദർഭം ഉണ്ടാകും. ഏതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് വിചാരിച്ചാണ് പോകാൻ തയ്യാറാവുക. അതുപോലെ തന്നെ അറഫയിൽ നിന്ന് തിരിച്ച് മുസ്ദലിഫയിലേക്ക് വരുമ്പോൾ 8 മുതൽ 9 കിലോമീറ്റർ വരെ ഉണ്ടാവും. അതിനൊക്കെ ബസ് കിട്ടുമെന്ന് വെച്ചാൽ ബസ് കിട്ടും, ചിലപ്പോൾ ബസ് കിട്ടിയില്ല എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മുസ്ദലിഫയിൽ നിന്ന് തിരിച്ച് മിനയിലേക്ക് ഒരു 5 മുതൽ 7 വരെ കിലോമീറ്റർ ഉണ്ടാവും. അതിന് ബസ്സിന്റെ സാധ്യത തീരെ കുറവാണ്. ട്രെയിൻ ആണെങ്കിലോ ഇൻഷാ അല്ലാഹ് 24 മണിക്കൂറും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാവർക്കും ട്രെയിന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപേക്ഷാ സമയത്ത് തന്നെ ട്രെയിൻ വഴി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിന് എസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയ ആൾക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിന്റെ പാസ്സൊക്കെ പോകുന്നതിന് മുമ്പ് വിനായി പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് മുസ്ദലിഫയിൽ നിന്ന് നേരിട്ട് ചിലപ്പോൾ ജംറയിലേക്ക് നടന്നു പോകേണ്ടി വന്നേക്കാം ദുൽഹജ്ജ് 10-ന്. അങ്ങനെയാണെങ്കിൽ ഒരു 9 മുതൽ 10 വരെ കിലോമീറ്റർ നടക്കേണ്ടി വരും. ചിലപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് ടെന്റിലേക്കായിരിക്കും നമ്മൾ നയിക്കുന്നത്. എങ്ങോട്ടാണ് നമ്മൾ നയിക്കുന്നത് എങ്കിൽ അങ്ങോട്ട് നമ്മൾ പോകാൻ വേണ്ടി തയ്യാറാവണം. ഞാൻ എന്റെ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ടെന്റിക്ക് പോകണമെന്നുള്ളത്. അങ്ങനെ വാശി പിടിച്ച് ടെന്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലീസ് ചിലപ്പോൾ വിട്ടോളന്നില്ല, ചിലപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരെ വിടും, നമ്മളെ വിട്ടോളന്നില്ല. എൻ്റെ ഒപ്പം കുറച്ച് ആജയന്മാരും അച്ഛമ്മമാരും ഉണ്ടായിരുന്നു, എൻ്റെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ കുറച്ച് വയോധികന്മാരാണ്, താപോനായി നിൽക്കുക. അപ്പൊ അവസാനം പോലീസുകാരനൊരു അയവുണ്ടായി. ഞാൻ പറഞ്ഞു ഷെയ്ഖും കബീറാണ്, താബാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത്യാവശ്യം വന്ന് കരഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ വിട്ട് ഞങ്ങൾ വിട്ട് കുട്ടനെ തന്നെ അടിച്ച് ബാക്കിലുള്ള ആൾക്കാരുടെ ഒപ്പമുള്ള കുറച്ച് ആൾക്കാർ തന്നെ അവിടെ പോയി. അതേസമയം ഞങ്ങൾ മുന്നിൽ പോയ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പോയിട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ടെന്റിങ് എത്തി, നിങ്ങളെവിടെയായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ടെന്റിങ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ടെന്റ് അവിടെ കാണുന്നുണ്ടോ, പക്ഷെ ടെന്റിലേക്ക് കിടക്കാൻ അനുവദിക്കൂല. പോലീസുകാർ അവരുടെ കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുക. അവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യം ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. എത്ര ദേഷ്യം വിളിച്ചാലും പ്രയാസം വന്നാലും ഒക്കെ ചെയ്യാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്നാണ് പറയാം. ദേഷ്യമൊക്കെ പോകും, പ്രയാസമൊക്കെ പോകും. അള്ളാഹു പ്രത്യേകമായ ഒരു ഊർജ്ജം നൽകും. കാലിന് വേദന ഇങ്ങനെ തോന്നുമ്പോൾ തെല്ലിയൊന്നും കൂടെ ഓർക്കാൻ ചെയ്യും. ബാഗൊക്കെ ഇങ്ങനെ തോളിലുണ്ട്, അതിന്റെ വെയിറ്റ് ഒക്കെ കൂടി ഉണ്ട്, കയ്യിലൊരു ബോട്ടിലുണ്ട്, അതിൽ വെള്ളമൊക്കെ കൂടി ഉണ്ട്. വെള്ളം തീർന്നു, പിന്നെ എപ്പോഴും വെള്ളം കിട്ടുന്നില്ല. അപ്പോഴെന്ത് ചെയ്യുക, തെല്ലിയത്തൊന്നും കൂടെ ഒച്ചത്തിൽ ചെല്ലാൻ വേണ്ടി തരും. ഓരോ ഒച്ചക്ക് ചെല്ലാന്നുള്ളതല്ല, മനസ്സിൽ അതിങ്ങനെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, കൽബിനെങ്ങനെ പാകപ്പെടുത്തുക, അങ്ങനെ ശക്തിപ്പെടുത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു തൗഫീഖ്. വ്യായാമം ശീലിക്കണം. ഒരുപാട് നടക്കാനുണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ നടത്തം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ വസ്ത്രവും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷൂ ഒക്കെ ഇട്ട് നമ്മൾ നടക്കുന്നതും ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് നടക്കണം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ പോയ ആൾക്കാരാണ്, പരിചയമുള്ളവരാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നർ വെയർസ് ഒക്കെ ഒഴിവാക്കിയിട്ട് വെറും ഒരു മുണ്ടും വെറും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ച് ഇങ്ങനെ പോണ സമയത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കേസാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ നടത്തത്തിന്റെ പ്രയാസങ്ങളൊക്കെ വരുമ്പോ മനസ്സ് ഇങ്ങനെ പാകപ്പെടുത്തുക, തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. അത്തരം സംഗതികളൊക്കെ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്താണ്. നേരത്തെ ഉറങ്ങാനും നേരത്തെ എണീക്കാനുള്ള ശീലം ഉണ്ടാക്കുക. 23:59 വരെ ഫോണിൽ നോക്കിയിരുന്നിട്ട് അപ്പോൾ ഓഫാക്കുക. എന്ന് വെച്ചാൽ നെറ്റ് തീരുന്ന പരമാവധി സമയമാണ് 23:59. 23:59 പറഞ്ഞാല് രാത്രി 12 മണിന്റെ 1 മിനിറ്റ് മുമ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓഫാക്കി അതുവരെ നിൽക്കരുത്. പരമാവധി നേരത്തെ ഉറങ്ങാനും അതേപോലെ തന്നെ ശരീരത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്താനും ശ്രമിക്കണം. അതുപോലെ തന്നെ ജമാഅത്ത് നിസ്കാരങ്ങൾ കൃത്യമായി പാലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. പുരുഷന്മാർക്കൊക്കെ ജമാഅത്ത് നിസ്കാരം അല്ലാത്ത സാധാരണ നിസ്കാരം ഇല്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഫളിൽ എത്രയെന്ന് നമുക്കറിയാം. എത്ര ഇരട്ടിയാണ് കിട്ടിയത്. പള്ളിയിൽ നിസ്കരിച്ചാൽ എന്താണ് കൂലി, അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെ യാത്രയിലെ നിസ്കാരത്തെ കുറിച്ചും യാത്രയിലെ നിസ്കാരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ജമ്മിന്റെയും കസറിന്റെയും മസലൊക്കെ പഠിക്കുക. തഖ്ദീമിന്റെ ജമ്മ്, തഅഖീറിന്റെ ജമ്മ്, ളുഹർ അസറിന്റെ ഒപ്പം, അസർ ളുഹറിന്റെ ഒപ്പം, മഗ്രിബ് ഇശാന്റെ ഒപ്പം, ഇശാ മഗ്രിബിന്റെ ഒപ്പം, ഇത്തരം സംഗതികളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഹറമിൽ ഇടയ്ക്കിടയ്ക്ക് ചില അനൗൺസ്മെന്റുകളൊക്കെ ഉണ്ടാവും.
അസ്സലാത്തു അലൽ അംവാതി വൽ അത്ഫാലി യർഹമുകുമുല്ലാഹ്. അപ്പൊ ചില അച്ഛന്മാരൊക്കെ ഞാൻ കൂടി നിന്നാണ്ട് വർത്താനം പറയണേ, അതിന്റെ ഇടയിൽ കൂടെ എന്താ പറയണേ. ഒരു അച്ഛമ്മ വളരെ താല്പര്യത്തോടു കൂടി ചോദിച്ചപ്പോ മറ്റേ അച്ഛമ്മ മറുപടി പറയണേ, അത് നിസ്കാരമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ റൂമിൽ പോയിക്കോളി തന്നല്ലേ? ആണോ? അല്ല, ഇവിടെ ഒരു ഫർളായ നിസ്കാരം നടക്കാൻ പോകുന്നുണ്ട്. അസ്സലാത്തു അലൽ അംവാത് കുറച്ച് മയ്യത്തുകളുടെ പേര്, വൽ അത്ഫാൽ കുറച്ച് കുട്ടികളുടെ പ്രത്യേകമായിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു പരിചയം മാത്രമാണെങ്കിൽ അസ്സലാത്തു അലൽ മയ്യിത യർഹമുകുമുല്ലാഹ്. അത് നിർബന്ധമായ നിസ്കാരം. നമ്മളാ ജമാഅത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് അല്ലാഹു അക്ബർ എന്നാണ് തക്ബീർ ഇടുക, സുന്നത്ത് നിസ്കരിക്കണം. അങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ നിൽക്കണ്ടാവും, ഒരിങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ താഴേക്ക് കെട്ടിയിട്ട് ഭവ്യതയോട് കൂടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും, പടച്ചോനെ അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ മയ്യത്തായിട്ട് കടന്നിട്ട് നിസ്കരിക്കണ ഈ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. ജന്നത്തുൽ മുഅല്ലയിൽ ഞങ്ങളെ എത്തിക്കണമേ, അല്ലെങ്കിൽ മദീനയിൽ നിന്നാണെങ്കിൽ ജന്നത്തുൽ ബഖീയിൽ ഞങ്ങളെ എത്തിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും എന്നൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആളുകൾ വളരെ പ്രാർത്ഥനാനിർഭരമായിട്ട് നിൽക്കുന്നുണ്ടാകും. ആ 4 റക്അത്ത് നിസ്കാരം എങ്ങനെയാണ് മനസ്സിലാക്കുക? അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് സുജൂദിലെ റുകൂക്കാൻ പോകാനൊന്നും നിൽക്കരുത്. അടുത്ത നിസ്കാരത്തിൽ സുജൂദ് റുകൂക്കണ്ട ഇല്ല. അതിന്റെ രൂപമൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം അതൊരു മോശമാണ്. രണ്ടാമത്തെ തക്ബീർ എടുക്കുമ്പോൾ പെട്ടെന്ന് സുജൂദ് കെട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പഠിച്ചാൽ ആൾക്കാരാണ്. ആയിരക്കണക്കിന് മദ്രസ ഉണ്ട് നാട്ടില്, ഇഷ്ടംപോലെ മറ്റ് പഠന സംവിധാനങ്ങളുണ്ട്. അതിനൊക്കെ അവസരം കിട്ടിയ അത്ഭുതകരമായ മതവിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാവങ്ങളായിട്ടുള്ള ചില ആൾക്കാർ 12 കിലോമീറ്ററും 15 കിലോമീറ്ററും പോയാലൊക്കെ ഒരു പള്ളി ഉണ്ടാവും. ആ പള്ളിയിൽ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം കുറവായിരിക്കും. ഒന്നും അറിയില്ല. അവർക്ക് ഇഹ്റാം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തല മറക്കാൻ പാടില്ലാന്ന് അറിയില്ല. ഒരു ആചാരം ഞാൻ അങ്ങനെ കാണുകയാണ്. അയാൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടതാണ്, മക്കയിൽ എത്തിയിട്ടുണ്ട്, ഇഹ്റാം ചെയ്ത് വന്നതാണ്. ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, ആചാര്യ നിങ്ങൾ എന്താണ് തൊപ്പി ധരിച്ചിരുന്നത്? അപ്പൊ മൂപ്പര് പറയാ, ജബ് മേര പൈതാശ് ഹുവാ തബ് തക് മാ തൊപ്പി പഹൻതാവൂ, ഞാൻ ജനിച്ചത് മുതലേ തൊപ്പിട്ടുകൊണ്ടിരിക്കണം, മാറ്റൂല. എന്താ മൂപ്പരോട് പറയാ? മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല തല മറക്കാൻ പാടില്ല. ആലിന്യങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, തലയെക്കെട്ട് ധരിക്കുന്നവരുണ്ട്. എല്ലാവരും അവരവരുടെ തല മറക്കാതെ ഒരു പ്രത്യേകമായ ഭാവനയിലും പ്രത്യേകമായ ഭവ്യതയിലും നിൽക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഷാ അല്ലാഹ് മക്കയിലും മദീനയിലൊക്കെ നമ്മൾ കാണാൻ പോണത്. ഇഹ്റാമിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊക്കെ മനസ്സിലാക്കി വെക്കണമെന്ന് സാന്ദർഭികമായിട്ടാണ്. ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലെ കുറെ ആൾക്കാർ. അപ്പൊ അതിനുള്ള മരുന്ന്, ഭക്ഷണ ക്രമീകരണം തുടങ്ങിയ സംഗതികളൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഷുഗർ കുറച്ച് കൂടുതലാണെന്നൊക്കെ തീരുമാനിച്ച് ഡോക്ടറൊക്കെ കണ്ട് മരുന്നൊക്കെ കുറിച്ച് കുറച്ച് റെഡി ആവുമ്പോ ഇപ്പൊ എനിക്ക് സുഖമാണ്, എനിക്ക് പറ്റ കുറഞ്ഞ ലേസം മധുരം കണ്ടിട്ടൂടെ എന്ന് മോളോട് പറയാം. ചെയ്യരുത്. എന്താണ് നിർദ്ദേശിച്ചത് അതിനനുസരിച്ച്, പ്രത്യേകിച്ച് ഒരു 10-45 ദിവസം നമ്മുടെ നാട് വിട്ട് വീട് വിട്ട് നമ്മൾ പതിവായി കാണുന്ന ഡോക്ടറെ വിട്ട് നമ്മൾ പോവാണ്. അവിടെ ഡോക്ടറും ചികിത്സയും മരുന്നൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ സാധാരണ ചികിത്സിക്കുന്ന ആളായിട്ട് ചെറിയ ബന്ധം നമുക്ക് ഉണ്ടാവില്ല ഡോക്ടറേറ്റൊക്കെ. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് മരുന്നൊക്കെ കൃത്യമായിട്ട് കുടിച്ചോണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ പുകവലി ഒഴിവാക്കണം, മുറുക്ക് ഒഴിവാക്കണം, ദുശ്ശീലങ്ങൾ ഒഴിവാക്കണം. മുറുക്കണതൊന്നും പയ്യന്നെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവും. ഉണ്ടോ? പണ്ട് അങ്ങനെ അല്ലായിരുന്നു. വല്യമാന്റെ അടുത്ത് ഒരു പെട്ടി 10 മണിക്ക് വല്യമായി നിന്ന് എടുത്ത് 11 മണിക്ക് വല്യാപ്പായി നിന്ന് എടുത്ത് ആ വെറ്റിലൊക്കെ എടുത്തിട്ട് 100 തയ്ച്ചിട്ട് നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല. വല്ലാതെ എന്ത് രസം ഉണ്ടാവും കാണാൻ. ചവച്ച് 2 വാതുകൂടൊക്കെ അങ്ങോട്ട് വലിപ്പിച്ചിട്ടുള്ള നല്ല രസം. അങ്ങനത്തെ ഒന്നും പറ്റിയാണ്. അതായത് ടോപ്പിക്കല്ലേ, പുകവലി ഒരു ദുശ്ശീലാണ്, ആരോഗ്യത്തിന് പ്രശ്നങ്ങളാണ്, ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ നമ്മള് പല കെട്ടിടത്തിലും ഇങ്ങനെ പോകുമ്പോൾ പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സ്മോക്ക് ഡിറ്റക്ട് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുണ്ടാവും. അവിടെ എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഊതലിനനുസരിച്ച് ഇതാണ് പോകും, ബെല്ലടിക്കും, ആളുകൾ ഓടി വരുന്നു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാണ്. അഥവാ പുകവലിക്കുന്നവരാരെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അത് സന്തോഷത്തോടെ കൂടി അസ്സലാമു അലൈക്കും നല്ല കയ്യെന്തായിരിക്കും. പെട്ടെന്ന് വാഷ്റൂമിലേക്ക് പോകുന്നതിന് ലോഷനൊക്കെ കൈയ്യേറ്റ മണം ഒഴിവാക്കാൻ വേണ്ടി
അങ്ങനെ കൊണ്ട് ചെയ്യൂലേ? മറ്റുള്ളവർക്ക് പ്രയാസമാണ് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കണം എന്നുള്ളതാണ്. പൊതുസ്ഥലത്ത് തുപ്പണത് ഒഴിവാക്കണം. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മളെ ആഗ്രഹിക്കുക. നമ്മളെ വീട്ടിലൊക്കെ നല്ല വീടൊക്കെ ഉണ്ടാക്കി ഉഷാറാക്കി മുറ്റൊക്കെ റെഡിയാക്കിയിട്ട് നല്ല ഇന്റർലോക്കൊക്കെ പതിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ സിറ്റ് ഔട്ടിൽ ഞാൻ എന്നൊരു തുപ്പൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരം വരെ തന്നെ ആര് വന്നാലും അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒന്നും തിരിഞ്ഞ് നമുക്ക് എത്ര അസ്വസ്ഥ ഉണ്ടാവും. അപ്പൊ അത് പൊതുസ്ഥലത്ത് ഉത്പാദിപ്പിക്കാം. മാലിന്യങ്ങളിൽ അതിന്റെ കൃത്യമായ ബോക്സുകൾ ഉണ്ടാവും, അതിൽ മാത്രമായിട്ട്. ഇത് പാരെ കൊണ്ടുപോകുക, പക്ഷേ എത്രയോരം വെള്ളക്കുപ്പിയാണ്. ഇതൊക്കെ ഇപ്പൊ എവിടെ കൊണ്ടുപോയി ഒഴിവാക്കുക? മറ്റേട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ സിറ്റിന്റെ ആൾക്കാർ വന്നിട്ട് 50 രൂപ കൊടുക്കേണ്ടി വരില്ലേ? കവർ കത്തിക്കാൻ പാടില്ലല്ലോ. ഇതെന്താ ചെയ്യുക? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ആ വേസ്റ്റിൽ ഇടുക, അത് അവിടെ മാനേജ് ചെയ്യാനുള്ള കൃത്യമായ സംവിധാനം ഉണ്ട്. അതിൽ വിഷമമുണ്ടോ? അതുപോലെ തന്നെ ലിഫ്റ്റിന്റെയും എസ്കലേറ്ററിന്റെയും ഉപയോഗം പരിചയപ്പെടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ലിഫ്റ്റിൽ ഇങ്ങനെ അന്തപ്പെട്ട് പ്രത്യേകിച്ച് നമ്മൾ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് കയറുകയാണെങ്കിൽ അതിന്റെ ഫ്ലോർ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കാണില്ല. അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ വർഷവും 3 ഹാജിമാർ മരണപ്പെട്ടു. അതാകട്ടെ 2017 ഒരു ഹാജി അദ്ദേഹം ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ 2 ദിവസം കാണാതായിട്ടുണ്ട്. 3-ാമത്തെ ദിവസം അന്വേഷിച്ചപ്പോ CCTV-യിൽ നിന്ന് ഒരു ഫുട്ടേജ് കിട്ടി. നോക്കുമ്പോൾ അദ്ദേഹം ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ കാണാതായില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കയറിയിട്ടുള്ള ലിഫ്റ്റിന്റെ അടിയിൽ വീണ് കിടക്കുകയും 3 ദിവസം അദ്ദേഹത്തിന്റെ മുകളിൽ വന്ന് ലിഫ്റ്റ് ഇടിക്കുന്നു പോകുന്നു. വല്ലാത്തൊരു ദുരിതം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാം നന്മയും കൊടുക്കട്ടെ, സ്വർഗ്ഗലോകം പ്രതിഫലം കൊടുക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. അപകടം ഉണ്ടാകാതിരിക്കണം. എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ ചലിക്കണ കോണിയാണ്. ഓടുന്നുണ്ട്. പെരുന്തൽമണ്ണ പോലെ മോഡലുകളിലൊക്കെ അത് ലഭ്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ശീലിക്കുക. അതേപോലെ തന്നെ അതിന്റെ സ്റ്റെപ്പിൽ കയറുമ്പോൾ തന്നെ കൈ പിടിച്ചിട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുക. നേരെ നമ്മളിങ്ങനെ ചവിട്ടി പിടിച്ചിട്ടെങ്കിൽ പുറകിലേക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ രൂപത്തിൽ അതിന്റെ സംഗതികളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മെട്രോ ട്രെയിൻ പരിചയപ്പെടുക. ഇവിടെ ഇപ്പൊ മെട്രോ ട്രെയിൻ പരിചയപ്പെടണമെങ്കിൽ കൊച്ചിയിലൊക്കെ പോകണം. ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ കയറുകയും അതിന്റെ ഡോർ അടയുകയും ചെയ്യുന്ന സംഗതികളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിന്റെ സിസ്റ്റം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് 2 ബാഗേജ് കൊണ്ടുപോകാം. 2 ലഗേജ് ബാഗും ഒരു ഹാൻഡ് ബാഗും, 3 ബാഗുകൾ ഒരാൾക്ക്. അതിൽ ഓരോ എണ്ണത്തിലും 20 കിലോ വരെ കൊണ്ടുപോകാം. ഹാൻഡ് ബാഗിൽ പരമാവധി 7 കിലോ. എന്ന് വെച്ചാൽ കിലോ മുഴുവനായിട്ട് കൊണ്ടുപോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര കുറഞ്ഞ ലഗേജ് ഉണ്ടായാൽ അത്ര നമുക്ക് നല്ലതാണ്. നമ്മുടെ ലഗേജ് നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ എവിടെ ഉണ്ട്? ഈ പുസ്തകത്തിനകത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പുസ്തകത്തിന്റെ ഏറ്റവും മുന്നിൽ നമ്മുടെ പേര് എഴുതണം, കവർ നമ്പർ എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലം ട്രെയിനറുടെ പേരും ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കുന്ന സൗകര്യമാണ് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഇപ്പൊ മുതിർന്ന ആൾക്കാരാണ്, സ്കൂളൊക്കെ പോകുന്നത് കുറെ കാലമായി. അപ്പൊ നമുക്ക് കുറെ സ്കൂൾ കുട്ടികളുടെ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഐഡിയ ഞാൻ പറയാണ്. പുറകിലിട്ടുള്ള ഒരു ബാഗ് വാങ്ങുക, ആ 7 കിലോയുടെ ഹാൻഡ് ബാഗ്. എന്നാൽ അതൊക്കെ ഞാൻ തോളിലിട്ടിട്ട് വലിയുമ്പോൾ അങ്ങനെ ഉസാറായിട്ട് അച്ഛനൊക്കെ പോകണം. ഭയങ്കര സന്തോഷം. വരുമ്പോഴും വലിയ കുഴപ്പമില്ല. ട്രോളി ബാഗ് ഉപയോഗിച്ചാല് ഈ കൈ ഇങ്ങനെ തൂക്കി 2 20 കിലോന്റെ ബാഗൊക്കെ പോയിട്ട് 10 കിലോ പിടിക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. അപ്പൊ ട്രോളി ബാഗ് ആണെങ്കിൽ അതൊന്നും കൂടി സൗകര്യമാണ്. അതൊക്കെ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയും. കാർട്ടൂണിൽ കൊണ്ടുപോകാനും കൊണ്ടുവരാനും പറ്റില്ല, അത് പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ ബക്കറ്റിൽ ഇങ്ങനത്തെ സംഗതികളൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതൊക്കെ ആരെങ്കിലും കൊണ്ടുപോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണം ആൾക്കാരുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. ചില നാട്ടിൽ അതൊക്കെ ഉള്ളൂ. വലിയ ട്രോളി നോക്കും, അതുപോലെ തന്നെ നല്ല ബാഗൊന്നും കിട്ടില്ല. എന്തെങ്കിലും ഒരു പെട്ടിയൊക്കെ കൊണ്ടുപോകും. അപ്പൊ അത് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാഗിൽ ഒട്ടിക്കാൻ സ്റ്റിക്കർ രാജ്യകമ്മിറ്റി നൽകും. അത് അതിൽ പതിപ്പിക്കണം. പേരും കാര്യങ്ങളൊക്കെ അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജുമ്മമാർക്ക് അവരുടെ പുറകിൽ ഒട്ടിക്കാൻ വേണ്ടി മഫ്തയുടെ സ്റ്റിക്കറും നൽകും. സന്തോഷമാവുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ഹജ്ജുമ്മമാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള സ്റ്റിക്കർ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നതുകൊണ്ടാണ് അതൊന്നും ഇപ്പൊ നമ്മൾ കൂടുതൽ പറയാത്തത്. അതിനകത്ത് കവർ നമ്പർ എഴുതണം. നമ്മുടെ കൂടെ വരുന്ന വോളണ്ടിയറുടെ മൊബൈൽ നമ്പറൊക്കെ എഴുതണം. ഇത് തുന്നി പിടിപ്പിക്കുക തന്നെ വേണം. ഓക്കെ, അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ വൈകാതെ മീൻസ് പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടും മനസ്സിലാക്കുക. നമ്മുടെ കൂടെ വരുന്ന ഖാദിമുൽ ഹുജ്ജാജ് എന്ന് പേരുള്ള പുതിയ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ എന്നാണ് പേര്. 150 ഹാജിമാർക്ക് ഒരാൾ എന്ന രൂപത്തിൽ നമ്മൾ അനുഗമിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അയാൾ ഇവിടുന്ന് പുറപ്പെട്ട് തിരിച്ചു വരുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് മക്കയിൽ ഒരു കൂടെ ഉണ്ടാവും, മദീനയിലും കൂടെ ഉണ്ടാവും, അറഫിൽ വരുമ്പോഴും ഉണ്ടാവും.
പക്ഷേ ആ ആളുകളെ എല്ലാ സമയത്തും നമുക്ക് മാത്രം കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം 150 ആളെ വളണ്ടിയറാണ്, എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ആൾ പരമാവധി നമ്മുടെ കൂടെ സഹായിക്കും. എന്നാലും എല്ലാ സഹായം എല്ലായ്പ്പോഴും കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കരുതെന്ന് വ്യക്തമായി പറയാണ്. അതുപോലെ വിമാനം പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് ക്യാമ്പിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആള് അവരുടെ ട്രെയിനർമാർക്ക് വിവരം നൽകും. ഇദ്ദേഹം പ്രത്യേകമായിട്ട് വിളിക്കും. ആ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെക്കുകയും പിന്നീട് അങ്ങോട്ട് ട്രെയിനർമാരുടെ നമ്പർ സേവ് ചെയ്ത പോലെ അദ്ദേഹമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും അതുമായിട്ട് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. സാധാരണ ഇപ്പോൾ അച്ഛനൊക്കെ കഴിഞ്ഞു വന്നിട്ട് വളണ്ടിയർമാരുടെ ഭയങ്കരമായ കൂടിച്ചേരലും സംഗതികളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് 3 സ്ഥലങ്ങളിലും 3 എംബാർക്കേഷൻ പോയിന്റുകളും പ്രത്യേകമായിട്ടുള്ള ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിക്കും. അവിടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. അവിടെ നിസ്കരിക്കാൻ സൗകര്യം കിട്ടും, കുളിക്കാൻ സൗകര്യം കിട്ടും, കിടക്കാനുള്ള സൗകര്യം കിട്ടും, ഭക്ഷണ സൗകര്യം കിട്ടും, എല്ലാ സംവിധാനം ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഹജ്ജ് ക്യാമ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് അവിടെ ഇല്ല എന്നും പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായിട്ട് പറയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്യാമ്പിലെത്തി അവിടെ നിന്ന് ഇഹ്റാം ഒക്കെ ചെയ്ത് ആണ് പുറപ്പെടുക. നേരിട്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്നു, നമ്മുടെ ബാഗുകളൊക്കെ അവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഹജ്ജ് ക്യാമ്പിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥലത്ത്, കോഴിക്കോട്ടാണെങ്കിൽ പെർമനന്റ് ബിൽഡിംഗിൽ എല്ലാ സംവിധാനമുണ്ട്, സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സംവിധാനങ്ങളൊക്കെ. മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളിലും താൽക്കാലികമായിട്ടുള്ള ക്യാമ്പ് ഉണ്ടാവും. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. നമ്മളെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവും. ഹജ്ജ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉണ്ടാവും, വോളണ്ടിയർമാരുണ്ടാവും. എല്ലാ സഹായവും നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് കിട്ടും. കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് പുറപ്പെടുക. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. നമ്മുടെ കയ്യിലുള്ള 2 ബാഗ് വിമാനത്താവളത്തിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെ ഹജ്ജ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടാവും. അവരൊക്കെ ഏൽപ്പിച്ച് നമ്മുടെ ബാഗിലും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗിലും ലഗേജ് ബാഗിലൊക്കെ പ്രത്യേകമായിട്ടുള്ള സ്റ്റിക്കറുകൾ, ഒരു ടാഗൊക്കെ പതിപ്പിച്ച് നമ്മളെ ഹജ്ജ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ തയ്യാറായി പുറപ്പെട്ട് ഹജ്ജ് ക്യാമ്പിൽ എത്തി നിൽക്കുകയാണ്. വിശദമായ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പോണിന് മുമ്പ് എന്താ തയ്യാറാക്കേണ്ടത്, ഒരുക്കങ്ങൾ എന്തൊക്കെ വേണ്ടത്, ബാഗിൽ എന്താ വേണ്ടത്, കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയുന്നത് കൊണ്ട് അത് വിശാലമായിട്ട് ഇപ്പോൾ പറയാത്തത്. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ഹജ്ജ് ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പൊ സമയം 11:17 ആണ്. ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ മൂത്രേശ്വര വരാനുള്ള ചെറിയ സൗകര്യം സമയത്ത് നമുക്ക് ചെറിയ ഇടവേള ഇൻഷാ അല്ലാഹ്. നമുക്ക് മൂത്രക്കാരൊക്കെ മുട്ടുണ്ടാവും. ഒന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. കുറേ അതുകൊണ്ടല്ലേ എന്നാ ചെറിയൊരു ഇടവേള. ഇപ്പൊ സമയം 11:18 ആണ്. 5-10 മിനിറ്റിനുള്ളിലായിട്ട് വന്നത്. ചെറിയ ഇടവേള